ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൽ ഏകാധിപനേ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സതതം സഹായമർപ്പിപ്പതും തിരുമുൻപിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടർതൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? സന്തോഷത്തിലല്ലേ? ഒന്നാമത്തെ കാര്യം, നിങ്ങളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാല് എനിക്ക് പേടിയാവും ഇല്ലേ? മുന്നിക്ക് നോക്കുമ്പോ ഇത്രയേറെ ആളുകളാണ്. ഞാനാണെങ്കിൽ ഇവിടെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കല്ലേ, അപ്പൊ എന്റെ കയ്യും കാലൊന്നും വിറക്കാണ്ട് നിങ്ങളുടെ മുമ്പില് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളും റിലാക്സ് ആയിട്ടിരിക്കണം. ശ്വാസം പിടിച്ചു വെച്ച് മസിൽ പിടിച്ചിരിക്കരുത്. ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാത്തതായിട്ട് ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങളിൽ നിന്നും ഒന്നുകൊണ്ടും വ്യത്യസ്തയുമല്ല. നിങ്ങളുടെയൊക്കെ പോലെ തന്നെ മകളായും പെങ്ങളായും ഭാര്യയായും മരുമകളായും ഉമ്മയായും നാത്തൂനോ ഇളച്ചിയോ മൂത്തച്ചിയോ അമ്മായിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതത്തിൽ വേഷങ്ങൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവൾ മാത്രമാണ് അല്ലേ? മോളൊക്കെ ജീവിതം ഇങ്ങനെ തകർത്ത് അഭിനയിക്കുന്ന ആളുകളല്ലേ? ആണോ? എന്തെങ്കിലും ഉണ്ടാത്ത നിങ്ങളുടെ പ്രതികരണങ്ങൾക്കനുസരിച്ചിരിക്കും എൻ്റെ ഉള്ളിൽ നിന്നുള്ള വരവ്. കാരണം നമ്മളിത് കാണാതെ പഠിച്ച് പറയണതൊന്നുമല്ല. മുൻപിലിരിക്കുന്ന ആളുകളുടെ മുഖം കാണുമ്പോൾ, അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മളുടെ ചില അനുഭവങ്ങളൊക്കെ അറിയാതെ ഇങ്ങനെ വന്നു പോവുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേകതകളും ഇല്ല എങ്കിലും കഴിഞ്ഞ 7 വർഷങ്ങളോളമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതം, ഞാൻ പഠിച്ച ആ കോഴ്സ്, എനിക്ക് നൽകിയ എൻ്റെ പ്രൊഫഷൻ, എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം, അത് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6, 7, 8, ചില ദിവസങ്ങളിൽ 10 മണി വരെ ഉണ്ടാവുന്ന അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, മുൻപിൽ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന എന്നെ പോലെയുള്ള വികാര വിചാരങ്ങളും ചിന്തയും മജ്ജയും മാംസവും ഒക്കെയുള്ള പച്ചയായ മനുഷ്യരാണ്. ആ അനുഭവങ്ങളിൽ നിന്നും, ആ കുടുംബങ്ങളുടെ വേദനകളിൽ നിന്നും ഒരു മനുഷ്യൻ, ഞാനടക്കമുള്ള മനുഷ്യൻ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ സന്തോഷപൂർണമായ സംതൃപ്തപൂർണമായ ജീവിതം നിലനിർത്തുവാൻ ഒരാൾ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാവരുത് എന്ന 2 ചോദ്യങ്ങൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ വരാറുണ്ട്. ആ ചോദ്യത്തോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഇനിയുമേറെ പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുറേ ഉത്തരങ്ങളുമുണ്ട്. ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ സംതൃപ്തയാകുവാൻ, കൂടുതൽ ആനന്ദകരമായി സംതൃപ്തിയോടുകൂടി ജീവിക്കുവാൻ ഞാൻ എങ്ങനെയാകണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്വന്തത്തോട് പറയുന്ന പോലെ, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, മുൻപിൽ വരുന്ന ഓരോ
ഗൃഹനാഥന്മാരോടും കുടുംബിനികളോടും ഓരോ മനുഷ്യന്മാരോടും വളർന്നു വരുന്ന നാളെയുടെ വാഗ്ദാനമായി മാറേണ്ട ഓരോ മക്കളോടും പറയാൻ ആഗ്രഹിക്കാറുണ്ട്. അത് തന്നെയാണ് ഈ ചുരുങ്ങിയ വേളയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴത്തെയും പോലെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അനുഭവം പറയുന്നതിന് ആർക്കെങ്കിലും പരാതി ഉണ്ടോ? പരാതി ഉണ്ടോ? 2-3 ദിവസങ്ങൾക്ക് മുൻപേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സമയവും ഡേറ്റും വളരെ കൃത്യമായി ഓർക്കുന്നില്ല. ക്ലിനിക്കിൽ ഉണ്ടായ 2 അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങാം. ഒരുപക്ഷെ ഈ അനുഭവങ്ങൾ എന്തുകൊണ്ട് ഞാൻ പങ്കുവെക്കുന്നു എന്നതിനുള്ള ഉത്തരം നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മളൊക്കെ ഓരോ കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ്, അല്ലേ? അല്ലേ? കുടുംബമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കുടുംബമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കൈ പൊക്കണം. 2 സൈഡിലും കുടുംബങ്ങളില്ലാത്ത ആരുമില്ല. സോ നമ്മളെല്ലാവരും നമ്മൾ അടങ്ങുന്ന കുടുംബങ്ങളിൽ നിന്നും വന്നവരാണ്. അതിലേറെ സന്തോഷം എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങളാണ് കൂടുതൽ. അതായത് വീടിന്റെ കരിങ്കല്ലോ, വീടിന്റെ വിളക്ക്, അല്ലേ? വീടിന്റെ വിളക്ക് എന്നറിയപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആ വിളക്കൊന്ന് കെട്ടുപോയാലും നമുക്കറിയാം ചുറ്റുമുള്ളവര് ഇരുട്ടത്താവും. ചുറ്റുമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കും, വഴി കാണാതെ, വഴി കണ്ടുപിടിക്കാൻ സാധിക്കാതെ അവരെന്താവും? ഇരുട്ടത്ത് തപ്പിപ്പോവും. അതുകൊണ്ട് തന്നെ ആ വിളക്കുകളാണ് ഇവിടെ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്നത് എന്ന ആനന്ദം തന്നെയാണ് ഒരുപക്ഷെ കുടുംബത്തിലേക്ക് വീണ്ടും വീണ്ടും ചർച്ചകളെ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മോനെയും കൊണ്ട് ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ക്ലിനിക്കിലേക്ക് വരികയാണ്. മോന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം വരും. പക്ഷെ അവന്റെ ദേഷ്യം അവനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അവൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതൊരു പക്ഷേ ബൈക്ക് ഓടിക്കാൻ കൊടുക്കാത്തതാവാം, അവന് മൊബൈൽ ഫോൺ കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കല്ലേ എന്ന് വാപ്പയോ ഉമ്മയോ പറയുന്നതാവാം, അതുമല്ലെങ്കിൽ TV ഓഫ് ചെയ്യാൻ പറയുന്നതാവാം, അല്ലെങ്കിൽ കുളിക്കാനോ നിസ്കരിക്കാനോ പഠിക്കാനോ ഒക്കെ പറയുന്നതാവാം. ഇങ്ങനെ തുടങ്ങിയിട്ട് അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വീട്ടില് അവന്റെ പാരൻസ്, അവന്റെ ഉമ്മയോ ഉപ്പയോ അവനോട് പറയുകയാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ അവനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരത്തിലൂടെയാണ് അവൻ കടന്നു പോവുക. അത് എങ്ങനെയാണ് പ്രകടമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഹലോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഈ ട്രേ എല്ലാവരുടെ അടുത്തേക്കും വരും. എല്ലാവർക്കും കൊടുക്കാനുള്ളതില്ലേ? ഉണ്ട്, എല്ലാവർക്കും തരാനുള്ളതുണ്ട്. ട്രേ എല്ലാവരുടെ അടുത്തേക്കും വരും. അപ്പൊ അതിലേക്ക് നോക്കി അതിലേക്ക് നോക്കുമ്പോ ഞാൻ എന്താ കരുതുക? എന്റെ വാക്കിനേക്കാളും മധുരം ട്രേയിലുള്ള സാധനങ്ങൾക്കാണ് എന്ന്, അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഡെഫിനറ്റ്ലി അത് ബാക്കിൽ വരെ എത്തും, ഏറ്റവും ബാക്കിൽ വരെ അത് എത്തും. അത് കൊടുക്കാണ്ട് ആരും ഇവിടുന്ന് പോവില്ല. അപ്പോ ഈ കുട്ടിക്ക് ഇത്തരം അനുഭവങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്ത് ഒന്നുകില് അവന്റെ മുൻപിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട, ഒരു പക്ഷെ അവനോ അവന്റെ വീട്ടുകാർക്കോ അവന്റെ പ്രിയപ്പെട്ടവർക്കോ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ നശിപ്പിക്കായിരിക്കും. അതും അല്ലെങ്കിൽ അവനെ തന്നെ വേദനിപ്പിക്കുന്ന രൂപത്തില് അവന്റെ തലയോ കയ്യോ ശരീരഭാഗങ്ങളോ ചുമരിലൊക്കെ ഇടിച്ചിട്ട് മുറിവാക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇങ്ങനെ തുടങ്ങിയിട്ട് ദേഷ്യം ഇല്ലാതെയാക്കുവാൻ പലതരത്തിലുള്ള മെത്തേഡാണ് അവന് സ്വീകരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലമൊക്കെ വീട്ടില് ഉമ്മയും ഉപ്പയും ഉപദേശിച്ച് അവർ നല്ല പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ സ്കൂളിൽ കൗൺസിലറെ പോയിട്ട് കാണുകയാണ്. കൗൺസിലറാണ് പറഞ്ഞത്, ഇത് കൗൺസിലിങ്ങിൽ മാത്രമായിട്ട് നിയന്ത്രിക്കാൻ സാധ്യമല്ല, നമ്മൾ കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്, കുറച്ചും കൂടെ നല്ല ചികിത്സ മോന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റിന് വരുമ്പോൾ ഏറെ സമയം ആ മോൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. സംസാരത്തിനൊടുവിൽ എനിക്ക് തോന്നിയ ഒരു സംശയം ഉണ്ടായിരുന്നു.
ആ സംശയം അവനെ പറഞ്ഞയച്ച് അവൻ്റെ ഉമ്മയെ വിളിച്ച് ഞാൻ അവൻ്റെ ഉമ്മയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ മോന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏതോ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് അവൻ ആ ലഹരി പദാർത്ഥത്തിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് കേട്ടതിന് മറുപടിയായിട്ട് ആ ഉമ്മ കരയാണ് ചെയ്തത്. സ്വാഭാവികമായും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുകയോ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്ത ഒന്ന് കേൾക്കുമ്പോൾ ഞാൻ അടങ്ങുന്ന എല്ലാ ഉമ്മമാരും കരയുന്നത് പോലെ ആ ഉമ്മയും കരയാണ്. കരച്ചിലിനൊടുവിൽ ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാ, യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നത് സ്വഭാവ പ്രശ്നത്തിനാണ്, ഇതിനല്ല. എൻ്റെ കുഞ്ഞ് ലഹരികളൊന്നും ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എനിക്കറിയാം എൻ്റെ മോന് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് തികച്ചും എതിർപ്പോട് കൂടിയിട്ട് ആ ഉമ്മ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ കുട്ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് എഴുതി കൊടുക്കുകയായിരുന്നു. ഏത് ലഹരിയാണ്, എത്രത്തോളം അളവിലാണ് അവൻ്റെ ബ്ലഡിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എഴുതി കൊടുക്കുന്ന സമയത്താണ് ഈ ഉമ്മ ഇത് പറയുന്നത്. ഇത് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് അവർ ഇറങ്ങി പോവാനിരിക്കുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് എൻ്റെ അരികിലേക്ക് എന്നെ വന്നിട്ട് ആ ഉമ്മ എന്നെ ഒരു കൂട്ടം കാണിച്ചു തന്നു. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉമ്മയുടെ ബാഗിൽ നിന്നും ഒരു നീല കളർ ബോക്സ് എടുത്തിട്ട് അത് എൻ്റെ കയ്യിൽ തരികയാണ്. എൻ്റെ കയ്യിൽ തന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, ഡോക്ടറെ, ഇത് ഒരു ദിവസം മോൻ്റെ പാൻറ് അലക്കുന്ന സമയത്ത് അവൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കയ്യിൽ അത് തരിക. ഞാനത് നോക്കിയ സമയത്ത് ഞാൻ ഈ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താന്ന് നിങ്ങൾ മോനോട് ചോദിച്ചില്ലേ എന്ന്. ഉമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചു, മോൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ അത് ടിഷ്യൂ പേപ്പറാണ്, അത് ടിഷ്യൂ പേപ്പറാണ്. സ്കൂളിൽ നിന്നൊക്കെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കൈക്കും വായിക്കൊക്കെ സ്മെല്ല് വരും. അപ്പം ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ടിഷ്യൂ പേപ്പറാണ് എന്ന് പറയാണ്. ടിഷ്യൂ പേപ്പർ പോലെ ഒരു ഫെയ്ഡ് യെല്ലോ കളറിലുള്ള ഒരു പേപ്പറാണ് ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഉമ്മ എൻ്റെ കയ്യിൽ തന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഇരിക്കാൻ പറയുകയാണ്. ഞാൻ അത് എന്താണ് എന്നത്, ആ റോളിംഗ് പേപ്പർ എന്താണ് എന്നത് ഒറ്റ കാഴ്ചയിലെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് ഫോട്ടോ എടുത്ത് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻസും അതെന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഇവിടെ ഇത് ടിഷ്യൂ പേപ്പർ ആണ് എന്ന് മകൻ പറഞ്ഞതിനെ തെല്ലും സംശയിക്കാതെ ഒരു വേള, ഒരു നിമിഷം പോലും എൻ്റെ കുഞ്ഞ് ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന ചിന്ത പോലും ഇല്ലാതെ അത് വിശ്വസിച്ച ഒരു ഉമ്മ. ആ ഉമ്മ എന്തൊക്കെയോ കൊണ്ട് തിരിച്ച് അവൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കാതെ അത് ഉമ്മയുടെ ബാഗിൽ കൊണ്ടെടുക്കുക. എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ ഉമ്മമാരെ, ഈ റോളിംഗ് പേപ്പർ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? ഇത് ടിഷ്യൂ പേപ്പറിനേക്കാളും കട്ടി കുറഞ്ഞ മരത്തിൻ്റെ ചില മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച്, പൾപ്പൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പേപ്പറാണ്. ഇതിൽ 26 വളരെ ടോക്സിസിറ്റി നിറഞ്ഞ, വളരെ വിഷം നിറഞ്ഞ ലെഡ് പോലെയുള്ള മെറ്റൽസ് ആണ് ഇതിൻ്റെ കണ്ടന്റ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ സിഗരറ്റ് പോലെയുള്ള, പുകയ്ക്കുന്ന പുകയില പോലെയുള്ള ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ, നിക്കോട്ടിൻ പോലെയുള്ള പദാർത്ഥങ്ങളാവാം. അതുമല്ല എങ്കിൽ കഞ്ചാവോ, ഏറ്റവും ഇന്ന് സുലഭമായി ലഭിക്കുന്ന, എല്ലായിടത്തും ലഭിക്കുന്ന, ലോകത്തെ ഏറ്റവും വിഷം നിറഞ്ഞ കെമിക്കൽ ടോക്സിക് ആയിട്ടുള്ള MDMA ആവാം. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ റോളിംഗ് പേപ്പറിൽ വെച്ച് അത് ചുരുട്ടിയിട്ട് മക്കൾ ഉപയോഗിക്കും. അത് കഴിക്കുന്നവരുണ്ട്, അത് പുകച്ച് അതിൻ്റെ പുക കൊള്ളുന്നവരുണ്ട്. പല രീതിയിലാണ് അത് ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ പേപ്പറാണ് +1 പഠിക്കുന്ന ആ മോൻ്റെ പോക്കറ്റിൽ നിന്നും ഉമ്മാക്ക് കിട്ടിയത്. അത് ടിഷ്യൂ പേപ്പർ പോലെ തന്നെ ഇരിക്കും. ടിഷ്യൂ പേപ്പർ ആണെന്ന് പറഞ്ഞ് ഉമ്മയെ പറ്റിച്ച ആ മോൻ്റെ മുമ്പിൽ
വളരെ നിഷ്കളങ്കതയോട് കൂടിയിട്ട് ആ ഉമ്മ പറ്റിക്കപ്പെടുകയാണ്, അല്ലേ? ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ പറ്റിക്കപ്പെടുന്ന ആ ഉമ്മയുടെ ഗണത്തിൽപ്പെട്ടവരാവാം. ആവാതിരിക്കണമേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നവരാണ്. ഇത്തരം കൂടിച്ചേരലുകൾ, അത്തരം ദുഃഖകരമായ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ ആരും എത്താതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം എന്ന പാഠം കൂടി ഉൾക്കൊള്ളുന്ന സന്ദർഭങ്ങളാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ആ ഉമ്മയെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ദുഃഖം കൂടി ആ ഉമ്മ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീണ്ടും ഇതിനൊരു പരിഹാരം എന്ന രൂപേണ മോനെ വിളിക്കുകയാണ്. മോനെ വിളിച്ച് ഇതിൻ്റെ ഉപയോഗം എത്ര നാള് തുടങ്ങി, എത്രത്തോളം അളവിൽ അവൻ്റെ ബ്ലഡിൽ അത് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ചികിത്സ നമ്മൾ തീരുമാനിക്കുക. ഒരുപക്ഷെ അവനെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പറഞ്ഞയക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവൻ്റെ ഈ അഡിക്ഷൻ മാറ്റേണ്ടി വരും. ഏത് രൂപത്തിലാണ് ചികിത്സ മുന്നോട്ട് പോവേണ്ടത് എന്നറിയാൻ അവനെ വിളിച്ചു വരുത്തി ചികിത്സയുടെ മുന്നോടിയായിട്ട് കുട്ടിയുടെ ഉള്ളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുവാനുള്ള ഒരു മനസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അവനെ കൊണ്ട് ഇതിൻ്റെ ഉപയോഗം പൂർണ്ണമായും നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവനോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളോട് നമ്മൾ പറയുന്നത് അവരെ ഏറ്റവും വികാരഭരിതരാക്കുന്ന, അവരെ ഏറ്റവും കുറ്റബോധത്തിൻ്റെ മുൾമുനയിൽ എത്തിക്കുന്ന 2 മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവരെ ഉള്ളിൽ ഈ റിഗ്രഷൻ അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏതാ 2 മുഖങ്ങള്? ആരാ 2 മുഖങ്ങള്? ഹലോ, നിങ്ങളിത് ഇങ്ങനെ തിന്നിരുന്നാലോ? ഞാനിവിടെ ഒന്നും തിന്നാണ്ട് മയക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കുക, നിങ്ങൾ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തിന്നുക, അത് നിങ്ങളെ വിഭവങ്ങള് ഇല്ലേ? ഞാൻ അവിടുന്ന് മലപ്പുറത്ത് നിന്നല്ലേ വരുന്നേ. ഞങ്ങൾക്ക് നിങ്ങളെ മുട്ടമാലയും അതുപോലെ എന്താ ചട്ടിപ്പത്തിരിയും പിന്നത്തെ ടയർ പത്തല്, മീൻ പത്തല്, ഞങ്ങൾക്ക് ആ ഒരു നൈസ് പത്തിരിയേ ഉള്ളൂ ഇല്ലേ? ഞങ്ങൾ എങ്ങാനും ടയർ പത്തൽ ഉണ്ടാക്കാൻ നിന്നാല് ഉള്ളു വേവൂല്ല. ഒരിക്കലേ നിങ്ങളെ നാദാപുരത്ത് വന്ന് വളരെ മനോഹരമായിട്ട് ടയർ പത്തലൊക്കെ കഴിപ്പിച്ച് വീട്ടിൽ പോയിട്ട് ടയർ പത്തൽ ഉണ്ടാക്കുക, മന ഞെട്ടിക്കണല്ലോ അല്ലേ? 2ഉം കൽപ്പിച്ച് പോയി. നിങ്ങൾ ഇവിടുന്ന് തന്നോ? അവര് കുറച്ച് പൊടിയൊക്കെ കൊടുത്തു വിട്ട്, ഞങ്ങൾ അവിടെ കിട്ടൂല അതിൻ്റെ പൊടി. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതങ്ങ് കടിച്ചതും പുറം ഭാഗം മാത്രം വെന്തിട്ടുള്ളൂ, ഉള്ളിൽ മാവ് അതുപോലെ ഇരിക്കുക. അതോടെ നിർത്തി. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല, നമ്മളെ കൊണ്ട് നൈസ് പത്തിരിയെ നടക്കുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ തിന്നുന്ന സമയത്ത് ഞാൻ പറയുന്നതിന് ഒന്ന് മൂളിക്കൂടെ? വായിൽ എന്തുണ്ടെങ്കിലും ഒന്ന് മൂളിക്കൂടെ? അപ്പൊ മൂളൂല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ആരാണ് ആ 2 മുഖം നിങ്ങൾക്കറിയോ? നമ്മളുടെ ഉള്ളില് കുറ്റബോധം ഉണ്ടാക്കത്തക്ക രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്ന 2 മുഖങ്ങള് നമ്മുടെ ഉമ്മയുപ്പയാണ്, നമ്മുടെ മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ. അങ്ങനെയാണ് എൻ്റെ അനുഭവം, അങ്ങനെയാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കേസിലും ഞാൻ എന്ത് ചെയ്തു? ഈ കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും മാതാപിതാക്കള് ആ കുട്ടിക്ക് വേണ്ടി കുഞ്ഞുനാള് മുതൽ ഒരു പക്ഷേ അവനെ കൺമുന്നിൽ കാണുന്നതിന് മുൻപേ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയ 2 മനുഷ്യന്മാരേ ഉള്ളൂ. അത് ഉമ്മയും ഉപ്പയും മാത്രം. മറ്റുള്ളവരൊക്കെ അവനെ സ്നേഹിച്ചു തുടങ്ങിയത് അവന് പുറത്തു വന്നതിന് ശേഷം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും അവൻ പുറത്തെത്തിയതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്. പക്ഷെ ഉമ്മയും ഉപ്പയും അങ്ങനെ ആയിരുന്നില്ല. ആ ഗർഭത്തിലിരിക്കുന്ന സമയം മുതൽ അവനെ സ്നേഹിച്ചു തുടങ്ങിയ ആ ഉമ്മയെയും ഉപ്പയെയും കുറിച്ച്, അവരനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച്, അവരനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച്, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കിനാവുകളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനിടയിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ കുട്ടി എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അല്ല ഡോക്ടറെ, നിങ്ങളീ പറയുന്ന കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് എന്തിനാ നമ്മൾ കളയണേന്ന്? നമ്മളുടെ രസം, നമ്മളുടെ ഇഷ്ടങ്ങള്, നമ്മളുടെ സ്വാതന്ത്ര്യങ്ങള് അതെന്തിനാ നമ്മൾ കളയുന്നേ? ഈ ചോദ്യം കേട്ട് എനിക്ക് തിരിച്ചവനോട് പറയാൻ മറുപടികൾ ഉണ്ടായിരുന്നില്ല.
കുടുംബത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? അടുത്ത അവന്റെ വാക്ക് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അല്ലെങ്കിൽ എൻ്റെയും തീരുമാനപ്രകാരമല്ല ഞാൻ ജനിച്ചത്, അവരുടെ മകനായി ജനിക്കണമെന്ന് വിധിയായിരുന്നു. അങ്ങനെ ഞാൻ ജനിച്ചു. ഇനി മരിക്കുന്നത് വരെ ഞാൻ സ്വതന്ത്രനായി ജീവിക്കും. ആ ജീവിതം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൂടെ എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത്, ഒരു പക്ഷേ അവിടെ ചർച്ച അവസാനിപ്പിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ അനുഭവങ്ങളിൽ ഒന്നാണ് എങ്കിൽ അടുത്ത ഒരു അനുഭവം കൂടി നമുക്ക് കേൾക്കാം. ആർ യു റെഡി? ക്ലിനിക്കിൽ ഉണ്ടായ ഒരു മോൻ്റെ അനുഭവമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. നിങ്ങളെ ഉള്ളിലുണ്ടാ? ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ അവൻ ഒരിക്കലും, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരികളൊക്കെ ഉപയോഗിച്ച് നിൽക്കുമ്പോൾ അതിൽ നിന്നും പിന്തിരിയത്തക്ക രൂപത്തിൽ അവനെ ഉപദേശിക്കുമ്പോൾ, ഒരു വേള കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മറച്ചു വെക്കുന്നത്, മാറ്റി നിർത്തുന്നത് എന്ന ആ കുട്ടിയുടെ ചോദ്യം, അത് എത്രയോ തവണ ഞാൻ കേട്ട് പഴകിയ ഒരു ചോദ്യമാണ് എങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുൻപിൽ മറ്റൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഒരിക്കൽ ഒരു പെൺകുട്ടിയാണ് ക്ലിനിക്കിൽ കൊണ്ടുവന്നത്. അവള് ഒരു പ്രേമബന്ധത്തിലാണ് ഉള്ളത്. പക്ഷേ ഒരു തരത്തിലും മാതാപിതാക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ കഴിയാത്ത, ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു. അവരുടെ കാഴ്ചപ്പാടുകൾക്കോ അവരുടെ സ്വപ്നങ്ങൾക്കോ ഉതകുന്ന ഒരു ബന്ധമായിരുന്നില്ല അത്. ആ കുട്ടിയുടെ ഭാവി ജീവിതം ഒരിക്കലും സംതൃപ്തകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയില്ല ആ പയ്യന് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് അവർ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ക്ലിനിക്കിൽ എത്തുന്ന സമയത്ത് ആ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ബന്ധമാണ് എന്നും, ഈ 7ാം ക്ലാസ് മുതൽ +2 ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ എണ്ണിയാൽ തീരാത്ത അത്രയും തവണ ഈ പയ്യനുമായി കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുവാൻ, സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പലതവണയായി അവൻ പലതരത്തിലുള്ള മൊബൈൽ ഫോണുകളും ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം വീട്ടുകാർ കണ്ടുപിടിക്കുകയും ഉപയോഗിക്കാതെ അതിൽ നിന്നും കുട്ടിയെ തടഞ്ഞു നിർത്തുകയുമാണ് ചെയ്തത്. എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് കഴിഞ്ഞ 1 വർഷമായി നിരന്തരം ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ വീട്ടുകാർ ഫോൺ എന്താണെങ്കിലും കിട്ടുമെന്ന് ഉറപ്പായി, അതവൾ ഉപയോഗിക്കും എന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ അതിൻ്റെ ഉപയോഗം നിർത്താൻ വീട്ടുകാർ കണ്ടെത്തിയ, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും കൂലംകുശമായി ചിന്തിച്ച് അവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് വീട്ടിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുക എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും വീട്ടിലേത് അടച്ചു വെക്കുക. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്ലഗുകളും വീട്ടിൽ ക്ലോസ് ചെയ്യാണ്. ആ ഉമ്മ അടുക്കളയിൽ പോലും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാതെ കഴിഞ്ഞ 1 വർഷമായി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മിക്സി ഇല്ല, ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, അല്ലെങ്കിൽ ഗ്രൈൻഡർ ഇല്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആ അടുക്കളയിലില്ല. പഴമയിലേക്ക് മടങ്ങിക്കൊണ്ട് ഇടിച്ചും അല്ലെങ്കിൽ അമ്മിയിൽ അരച്ചും ഭക്ഷണം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ ഉമ്മ മാറിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവയെല്ലാം മറച്ചു വെച്ചത്, മാറ്റിവെച്ചത് തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രം. പലപ്പോഴും അവർ ഉപയോഗിക്കുന്നത്, വീട്ടിലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും 2 മൊബൈൽ ഫോൺ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അത് സ്മാർട്ട് ഫോൺ ആയിരുന്നില്ല, ടച്ച് ഫോൺ അല്ല. ഈ ഫോണ് തൊട്ടടുത്ത തറവാട് വീട്ടിൽ പോയിട്ട് ചാർജ് ചെയ്യും. കുറേ സമയം 2 ദിവസം 3 ദിവസമൊക്കെ ചാർജ് നിൽക്കുന്ന രൂപത്തിലുള്ള മൊബൈൽ ഫോൺ. ഇങ്ങനെ എല്ലാ തരത്തിലും ആ കുട്ടിക്ക് പുറവുമായി അല്ലെങ്കിൽ ഈ പയ്യനുമായുള്ള ബന്ധം സ്റ്റോപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞ 1 വർഷക്കാലം ഈ വീട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ 2 ദിവസം മുൻപേ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ കിട്ടുകയാണ്. ആ കുട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയതല്ല,
ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ആ കുട്ടിക്ക് യൂട്രസുമായി ബന്ധപ്പെട്ട് ഗർഭപാത്ര സംബന്ധമായ ഒരു അസുഖം ഉണ്ടായത് കാരണം തൊട്ടടുത്ത ഹോസ്പിറ്റലിലുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഗൈനക്കോളജിസ്റ്റ് നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചത് കാണുന്നത്. അങ്ങനെ ഈ മൊബൈൽ ഫോണ് എങ്ങനെ ചാർജ് ചെയ്തു എന്ന ചോദ്യത്തിന് അവൾ നൽകിയ മറുപടി എങ്ങനെയായിരുന്നു? ഓരോ പ്ലഗും ഓപ്പൺ ചെയ്താൽ അവൾ തുറന്നു കഴിഞ്ഞാൽ അറിയുന്ന രൂപത്തിലാണ് വാപ്പ എന്തൊക്കെയോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ പ്ലഗുകളും. ഇവള് പ്ലഗ് മുഴുവനായും പറിച്ചെടുത്ത് അതിനുള്ള എക്യുപ്മെൻ്റൊക്കെ ആ പയ്യൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു. പ്ലഗ് മുഴുവനായും അതിൻ്റെ ആണിയടക്കം പറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിരുന്നത്. ഒരു വിധേനയും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്ലഗിനുള്ളിൽ വെച്ചിട്ട് അവൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു. അവരാരും കണ്ടുപിടിക്കാതെ ഈ ഒരു വർഷക്കാലം അവൾ ആ ബന്ധം തുടർന്നു. ഒരുപക്ഷെ യാതൊരു സംശയവും ആ മാതാപിതാക്കൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് നേരത്തെ അതേ രൂപത്തിൽ ആ ബന്ധത്തിൽ അവൾക്ക് ഉണ്ടാവാൻ പോകുന്ന, അവൾ അനുഭവിക്കാൻ പോകുന്ന എല്ലാ വരുംവരായികകളെ കുറിച്ചും സംസാരിച്ച് ഒടുവിൽ വീണ്ടും അവൾക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം സഹിക്കുന്ന സ്നേഹനിധികളായ ആ മാതാപിതാക്കളിലേക്ക് എത്തിയപ്പോൾ, ആ കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ എന്നത്തെയും പോലെ അവളും പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എന്തിനാണ് കുടുംബത്തിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? എന്തിനാണ് കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നത്? എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ സ്വാതന്ത്ര്യങ്ങളെ ഞാൻ ഹനിക്കുന്നത്? ഞാൻ ജീവിക്കേണ്ടത് എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെയല്ലേ? ഞാൻ ജീവിക്കേണ്ടത് എനിക്കിഷ്ടമുള്ള രൂപത്തിലല്ലേ? മൈ ലൈഫ് മൈ ചോയ്സ് എന്നതായിരുന്നു അവളുടെ ഉത്തരം. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ 2 അനുഭവങ്ങൾ മാത്രമാണ്. ഇതിവിടെ ഞാൻ പറഞ്ഞു വെക്കാൻ കാരണം, നമ്മൾ പ്രതീക്ഷയും സ്വപ്നങ്ങളും നൽകിക്കൊണ്ട് വളർത്തി വലുതാക്കുന്ന നമ്മുടെ നാളെയുടെ വാഗ്ദാനമായി മാറേണ്ട നമ്മുടെ പുതുതലമുറ, നമ്മുടെ മക്കള്, ഞാനടക്കമുള്ള ഓരോ മനുഷ്യനും അമ്മയാവാൻ പോകുന്നു, അച്ഛനാകാൻ പോകുന്നു എന്നറിയുന്ന നിമിഷം മുതൽ ഈ മക്കളിൽ നാം അറിയാതെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മാറിപ്പോവുകയാണ്, മക്കളിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരു വേള നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളേറെ മക്കൾക്ക് വേണ്ടി നമ്മൾ പലതും ത്യജിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ നാളെ എന്ന് പറയുന്ന കാലഘട്ടം ഏത് വിധേനയായിത്തീരുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലകൊള്ളുന്നത് എന്ന് ഞാൻ അടങ്ങുന്ന കുടുംബിനികളും ഉമ്മമാരും അമ്മമാരും മാതാപിതാക്കളും അറിഞ്ഞിരിക്കുക എന്നത് തന്നെയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾക്കൊന്നും ഇപ്പോ എന്ത് വേണ്ട? എന്ത് വേണ്ടണ്ണേളെ? എന്താ വേണ്ടാത്തേ? എന്താ വേണ്ടാത്തേ? കുടുംബം. എന്താണ്? കുടുംബം വേണ്ട, നമ്മളൊന്നും വേണ്ടാന്ന്. നമ്മൾ സ്വപ്നം കാണില്ലേ? കിനാവ് കാണില്ലേ? നമ്മളിങ്ങനെ താലോലിച്ച് വളർത്തുന്നില്ലേ? ഈ പൊന്നോമന മക്കൾക്ക് നമ്മളെ വേണ്ട എന്ന് പറയുന്നൊരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ വാദത്തിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടവരായിരിക്കും. ലിബറലിസം എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ലിബറലിസം? മോശമാണ്. ലിബറലിസത്തെ കുറിച്ച് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കി കാണി. ഒരാളാണെങ്കിലും പൊക്കാം. ഒരാൾ 2 ആൾ ഇവിടെ കേട്ടിട്ടുണ്ട്. എന്തിനാ നിങ്ങൾക്ക് ഇത്ര നാണം? നമ്മൾ കേൾക്കണട്ടാ. കാരണം നമ്മളുടെ മക്കളില്ലേ, നമ്മളുടെ മുന്നിൽ ഓടുന്ന നമ്മുടെ മക്കള്, നമ്മൾ മാതൃകയായി മാറേണ്ട നമ്മുടെ മക്കള്, ആ മക്കളുടെ ജീവിതത്തിൻ്റെ മൊഡ്യൂളാണ് അല്ലെങ്കിൽ മോട്ടോയാണ്, അവരുടെ മുദ്രാവാക്യമാണ് ഈ ലിബറലിസം എന്നിരിക്കെ ഒരു വേള നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുകയെങ്കിലും വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മളുടെ കുട്ടികളുടെ വാദം എന്ന് പറയുന്നത് ലിബറലിസമാണ്, അഥവാ സ്വതന്ത്രവാദമാണ്. They want freedom. അവർക്ക് എന്താ വേണ്ടത്? സ്വാതന്ത്ര്യമാണ് വേണ്ടത്. എന്താണ് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ലിബറലിസത്തിന്റെ ലോകത്തെ ഏറ്റവും ശക്തനായ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അയാളുടെ പേര് യോഹാൻ നോഹ ഹരേര എന്നാണ്. യുവാൽ നോഹ ഹരേര.
ഇദ്ദേഹം ഏകദേശം 42-45 പ്രായം മാത്രമുള്ള ഒരു ബുദ്ധിജീവിയാണ്. ഇദ്ദേഹത്തിൻ്റെ 3 വളരെ ഫേമസ് ആയ 3 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 3 പുസ്തകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പുസ്തകം ഹോമോ സാപ്പിയൻസ് എന്നാണ്. രണ്ടാമത്തെ പുസ്തകം 21 ലെസൺസ് ടു 21st സെഞ്ച്വറി. മൂന്നാമത്തെ പുസ്തകം ദ ലെസൺ ടു ദ മാൻകൈൻഡ്, ദ എക്സ്പ്ലനേഷൻ ടു ദ മാൻകൈൻഡ് എന്നാണ്. ഈ 3 പുസ്തകങ്ങളിലും പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്, നമ്മൾ മനുഷ്യന്മാരെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നമ്മളെ മനസ്സിൽ കരുതിയാലും ഇല്ലെങ്കിലും 2300 ആവുമ്പോഴത്തേക്കും കുടുംബം എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ലാതെയാകും. കുടുംബം എന്ന് പറയുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് നമ്മുടെ ഭൂമിയിൽ ഇല്ലാതെയാവുകയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പുസ്തകത്തിൽ, ഈ 3 പുസ്തകങ്ങളിലും ആകെ മൊത്തം പറഞ്ഞു വെക്കുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, ഏകദേശം 20-30 വർഷങ്ങൾ കൊണ്ട് നാം അടങ്ങുന്ന മനുഷ്യൻ്റെയൊക്കെ സന്തോഷത്തിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അളവ് കോല് എന്ന് പറയുന്നത്, അത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചും അതിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചും, കൂടെ ഏതാണിനെയും പെണ്ണിനെയും മറ്റേതൊരാണിനും പെണ്ണിനും എങ്ങനെയും ഉപയോഗിക്കാം എന്നതിനനുസരിച്ചുമായിരിക്കും. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ അത് നാളെയല്ലേ, അല്ലെങ്കിൽ 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടല്ലേ എന്ന് വായിക്കുന്ന ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വേഗം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ നാട്, നമ്മളുടെ മക്കള്, നമ്മളുടെ കുടുംബം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ള കുറച്ച് തെളിവുകളാണ് നമ്മൾ ഇന്നിവിടെ എടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മക്കളൊക്കെ കുടുംബം വേണ്ട, അല്ലെങ്കിൽ എന്തിനാണ് ഉമ്മ ഉപ്പ സഹോദരങ്ങള് അതുമായി ബന്ധപ്പെട്ടുള്ള നാം ഒതുങ്ങിക്കൂടേണ്ട ആ ഒരു കുടുംബം എന്തിനാണ് എന്ന ചോദ്യത്തിന് പിറകില് ഒരു പക്ഷേ കുടുംബത്തിനകത്ത് നിന്നാൽ, കുടുംബത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ, ആ ബന്ധത്തിൻ്റെ ആഴം ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ സ്വതന്ത്രവാദം എന്ന് പറയുന്ന അതിമനോഹരമായ, വളരെ മനോഹരമായി ആകർഷണീയത നിറഞ്ഞ ഈ തിയറിയിലേക്ക് എനിക്ക് എത്തുവാനോ ആസ്വദിക്കുവാനോ കഴിയുകയില്ല എന്നത് തന്നെയാണ്. ഇനി എന്താണ് ലിബറലിസം എന്ന് നമുക്ക് നോക്കാം. സ്വതന്ത്രവാദം എന്ന് പറഞ്ഞാൽ 2 തത്വങ്ങളാണ് അതിലൂടെ നിലനിർത്തപ്പെടുന്നത്. ഒന്നാമത്തത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തത് ഇക്വാലിറ്റിയാണ്. ഫ്രീഡം എന്താണ്? സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? എന്തിനുമുള്ള സ്വാതന്ത്ര്യം, എന്തിനുമുള്ള, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു മനുഷ്യന് ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അവിടെ നന്മയുണ്ടോ തിന്മയുണ്ടോ? ഇല്ല. അവിടെ ധാർമ്മികതയുണ്ടോ അധാർമികതയുണ്ടോ? ഇല്ല. നല്ലതെന്നോ ചീത്തതെന്നോ ഇല്ലാതെ ഒരു മനുഷ്യന് തോന്നുന്ന എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഈ ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയിലെ ഇക്വാലിറ്റി എന്താ? തുല്യത. ആര് തമ്മിലുള്ള തുല്യത? ആണും പെണ്ണും തമ്മിലുള്ള തുല്യത. ആണിനും പെണ്ണിനും തുല്യമായ അവകാശങ്ങൾ, ആണിനും പെണ്ണിനും തുല്യമായ സ്വാതന്ത്ര്യങ്ങൾ, ആണിനും പെണ്ണിനും തുല്യമായ രീതികൾ. അങ്ങനെയാണോ നാദാപുരംകാരെ? അങ്ങനെയാണോ? എന്തേ അല്ലാത്ത? എവിടെ അല്ലാത്തത്? നിങ്ങളൊക്കെ അല്ലാന്ന് പറഞ്ഞു കുറേ പേര്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരാണിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പെണ്ണുങ്ങൾക്ക് പറ്റുമോ? ഏതാ പറ്റാത്തത്? എല്ലാം പറ്റൂലേ? നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാല് ഒരാണിനെ കൊണ്ട് സാധിക്കുന്ന എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും, അല്ലേ? എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഓരോ പെണ്ണിനെ കൊണ്ടും പറ്റും. പ്രിയപ്പെട്ടവരെ, അടുത്ത ചോദ്യം, ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുന്ന എല്ലാം ആണിനെ കൊണ്ട് സാധിക്കുമോ? അതിനെല്ലാരും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഇല്ലേ? പറ്റുമോ? നൗഷാദൊക്കെ പറയാണ്. എന്ത്? ഞാൻ നൗഷാദക്കാരൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ നൗഷാദക്കാരനോട് പറയാ, അല്ല നൗഷാദക്ക, വലുതിനെ ഞാൻ പറ്റില്ലേ, രണ്ടാമത്തെ നിങ്ങൾ പറ്റാളീന്ന്. ഇക്വാലിറ്റി വേണ്ടേ പ്രിയപ്പെട്ടവർ? ഇക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ? സമത്വമാണ്. ഈക്വൽ ആവണം, ഒരുപോലെ ആവണം.
അപ്പൊ വല്യോൻ ആര് പറ്റൂ? ഞാൻ പറ്റൂ. പെറ്റു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാദാപുരത്തും പെറ്റു തന്നെയല്ലേ പറയാ? ഇല്ല, നിങ്ങളൊക്കെ മുഖം കണ്ട് പറയാത്ത പോലെ ഇരിക്കുക. ഞാൻ പ്രസവിച്ചു. അപ്പൊ രണ്ടാമത്തേന് ആര് പ്രസവിക്കട്ടെ? നൗഷാദൊക്കെ പ്രസവിക്കട്ടെ. നടക്കണ കാര്യ? ഞാൻ പറയാ, വല്യോന് ഞാനല്ലേ പാൽ കൊടുത്തത് 2 വയസ്സ് വരെ. എത്ര പ്രയാസമുണ്ട് അല്ലേ? ഇല്ലേ? പെറ്റ ഉടനെ നേഴ്സ് വന്ന് പറയണ ഒരു കാര്യമുണ്ട്, 2 മണിക്കൂർ കൂടുമ്പോ പാല് കൊടുക്കണം കേട്ടോന്ന്. പെറ്റ വേദനയും സഹിച്ച് കിടക്കുക. സ്വതന്ത്രമായിട്ട് നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോഴാ നേഴ്സ് വന്ന് തോണ്ടി പറയണേ 2 മണിക്കൂറിന്റെ മുമ്പേ പാല് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ വരും, കുട്ടിക്ക് മഞ്ഞപ്പിത്തം വരും, കുഞ്ഞിന് പ്രശ്നമാണ്. 2 മണിക്കൂർ കൂടുമ്പോൾ ഉണരാന് നമ്മൾ അലാറം വെക്കലുണ്ടായിരുന്നോ? അലാം വെക്കുവോ? വേണ്ട. ഒരു അലാറത്തിന്റെയും സഹായം ഇല്ലാതെ, ഒരാളും തട്ടി വിളിക്കാതെ 2 മണിക്കൂർ ആവുന്നതിന്റെ മുൻപേ ഞാനും നിങ്ങളും എഴുന്നേറ്റിട്ടുണ്ട്. കുഞ്ഞിന് പാലൂട്ടിയിട്ടുണ്ട്. 2 വയസ്സ് വരെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് കുഞ്ഞിന് പാലൂട്ടിയെങ്കിൽ രണ്ടാമത്തേന് പറയാണ്, നൗഷാദ്ക്ക് ഇത് നിങ്ങൾ പാലുകൊടുത്തോളീന്ന്. ഇക്വാലിറ്റി വേണോ? ഇല്ലേ? ഒന്നാമത്തോന് നമ്മളല്ല പാലുകൊടുത്തേ, ഞാനല്ല പാലുകൊടുത്തേ. അതുകൊണ്ട് രണ്ടാമത്തേന് നൗഷാദ്ക്ക് പാല് കൊടുക്കട്ടെ. കയ്യോ പ്രിയപ്പെട്ടവരെ? നടക്കുവോ? നടക്കൂല. 10 മാസം കൊണ്ട് നടക്കാൻ കഴിയൂല എന്ന് മാത്രല്ല, അത്രയും വെയിറ്റ് ഉള്ള ഒരു കല്ല് വയറ്റത്ത് വെച്ചാൽ പോലും ഓർക്ക് എണീറ്റെന്ന് നമ്മൾ ചെയ്തതുപോലെ വീട്ടു ജോലികളും ചെയ്ത് നമ്മളുടെ ദൈനംദിന കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾ ഓർക്ക് കാണും പെണ്ണും തുല്യരാണോ? തുല്യരാവാൻ പറ്റുമോ? ഇതിനു വേണ്ടിയാണ് ഘോരം പ്രസംഗിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതുതലമുറയെ, നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കൊണ്ട് നടക്കുന്ന നമ്മുടെ മക്കളെ വഴിതിരിച്ച് വിഷം വമിക്കുന്ന ആ ചിന്ത അവരുടെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ ഇട്ടുകൊടുത്തുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന മനോഹരമായ സംരക്ഷണ വലയത്തിൽ നിന്നും നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്നത്. അവിടെ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ പുറത്ത് നോക്കിയാൽ ഈ ലിബറലിസമാണ്, അവിടെ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ് അല്ലേ? എന്താ എനിക്ക് ഈ വസ്ത്രം ഇട്ടാ കുഴപ്പം? എന്താ ഞാനും ആണുങ്ങളുടെ പോലെ പുറത്തേക്ക് ഇറങ്ങി നടന്ന പ്രശ്നം? എന്താ ഞാനും നട്ടപ്പാതിരക്ക് മുറ്റത്ത് കൂടെ നടന്ന അങ്ങാടി കൂടെ നടന്നാലുള്ള പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ പ്രയാസപ്പെടുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ സ്ത്രീകളാണ് എന്നാണ് കാലം നമുക്ക് മുൻപിൽ തെളിയിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചത് ആരാ? പെണ്ണുങ്ങളാ, സ്ത്രീകളാണ് പ്രയാസപ്പെടുന്നത്. ക്ലിനിക്കിലെ അനുഭവം വെച്ച് പറയാ, ഏറ്റവും കൂടുതൽ പ്രയാസവുമായി വരുന്നത് പെൺകുട്ടികളാ. ഒരു പക്ഷേ കുടുംബം വേണ്ട എന്ന് പറയുമ്പോൾ കുടുംബത്തെ നിർമ്മിക്കുന്ന ആദ്യത്തെ മനോഹരമായ കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. ആണും പെണ്ണും ഒന്ന് ചേരുന്ന മനോഹരമായ കർമ്മം. അവിടെ മുതൽ ലോക്ക് വീഴാണ്. കല്യാണേ വേണ്ട, എന്തിനു വിവാഹം കഴിക്കണം? വിവാഹം കഴിച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യമില്ലാതെയായി പോവും. വിവാഹം കഴിച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യമില്ലാതെയായി പോവാണ്. പിന്നെ ഞാനോന് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ ഞാനോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അവൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം, അവൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കി കൊടുക്കണം, അവൻ്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്ത് കൊടുക്കണം. ആരാ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്? ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ മക്കളുടെ ഉള്ളിൽ ഇതൊക്കെ ഒരു ഭാരമാക്കി മാറ്റിയത്? പുറത്ത് മാടി വിളിക്കുക, കല്യാണം കഴിക്കണ്ടാട്ടോ, ഇതൊക്കെ ചെയ്യേണ്ടി വരും, ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷേ മനുഷ്യനാണ്, വികാര വിചാരങ്ങളുള്ള ജീവിയാണ്. പെണ്ണാണ് എങ്കിൽ ഈസ്ട്രജൻ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ പുരുഷനാണോ ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കൗമാരമായി കഴിയുമ്പോൾ അവരുടേതായ വികാര വിചാരങ്ങളിലേക്ക് അവരെത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നിയേക്കാം. അതിനെ പൂർത്തിയാക്കുവാൻ വിവാഹമെന്ന് പറയുന്ന ആ കർമ്മത്തെ സ്വീകരിക്കുന്നതിനു പകരം മറ്റു പല മാർഗങ്ങളിലേക്കും പോകുന്നു. ഉത്തരവാദിത്തങ്ങൾ വേണ്ട, കടമകൾ വേണ്ട, ബാധ്യതകൾ വേണ്ട, ഇവയൊന്നുമില്ലാത്ത ലിവിങ് ടുഗദർ ഉണ്ട്, ഡേറ്റിംഗ് ഉണ്ട്, കൊഹിബിഷൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തിയറി ഉണ്ട്, അല്ലെങ്കിൽ ലൈവ് ഇൻ റിലേഷൻഷിപ്പ് എന്നറിയപ്പെടുന്ന അതിനൂതനമായ തിയറികൾ ലഭ്യമാണ്. അതിൻ്റെയൊക്കെ പിറകെ നമുക്ക് പോവാം. അവൻ അവൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. പക്ഷെ ആവശ്യങ്ങളെല്ലാം പരസ്പരം നിറവേറ്റപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് അവിടെയാണ് എന്തിന് കുടുംബം എന്ന വാക്കിൻ്റെ പ്രസക്തി കിടക്കുന്നത്?
നമുക്കറിയാം, മനുഷ്യന്മാരുടെ പോലെ തന്നെ പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന മൃഗങ്ങളുണ്ട്, വേറെയും ജീവികളുണ്ട്, മാമൽസ് ഉണ്ട്. ഈ മാമൽസ് എല്ലാം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ആ കുഞ്ഞുങ്ങളെല്ലാം ഒരു പക്ഷേ പാല് കുടിക്കുന്ന സമയം കഴിയുമ്പോഴത്തേക്ക് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്ന, സ്വയം പര്യാപ്തത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യന്മാരോ? 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ആരെങ്കിലും ഇവിടെ റേഷൻ കാർഡും കൊണ്ട് റേഷൻ പിടിയേക്ക് പോലുണ്ടോ? ഓന് സൈക്കിളും ചവിട്ടി അങ്ങാടി കൂടെ പോലുണ്ടോ? ഓനോന്റെ ഭക്ഷണം ഒറ്റയ്ക്ക് അടുക്കളയിൽ പോയി വിളമ്പി തിന്നലുണ്ടോ? ഇല്ല. നമ്മൾ ആരും 2 വയസ്സ് കഴിയുമ്പോഴത്തേക്കും സ്വയം പര്യാപ്തത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല. നമ്മൾ സ്വയം പര്യാപ്തരാവുന്നില്ല. പക്ഷെ മൃഗങ്ങൾ ആ പ്രായം കഴിയുമ്പോഴത്തേക്കും അവർ സ്വയം പര്യാപ്തരാവുന്നു. പക്ഷെ മനുഷ്യന്റെ നിർമ്മിതി പോലും അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ജനിച്ചു വീഴുന്നത് 20% മുതൽ 30% വരെ മാത്രം തലച്ചോറ് വളർന്നുകൊണ്ടാണ്. മൃഗങ്ങൾ ജനിച്ചു വീഴുന്നത് അവരുടെ 80 മുതൽ 90% തലച്ചോറിന്റെ വളർച്ച പ്രസവിക്കുന്ന സമയത്ത് തന്നെ പൂർത്തിയായിട്ടുണ്ടാവും. ബാക്കി 10-20% മാത്രമേ വളരാൻ ബാക്കി ഉണ്ടാവുള്ളൂ. അത് അമ്മയുടെ മുല കുടിക്കുന്ന സമയം തീരുമ്പോഴത്തേന് പൂർത്തിയാകും. പക്ഷെ നമ്മൾ മനുഷ്യന്മാര് ഏകദേശം 348 ഗ്രാം മാത്രമാണ് തലച്ചോറിന്റെ വലിപ്പമുണ്ടാവും ഒരു ന്യൂ ബോൺ ബേബിക്ക്, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്. ആ കുഞ്ഞ് പ്രായപൂർത്തിയാവുമ്പോഴത്തേക്കും 18 മുതൽ 19 വയസ്സാവുമ്പോഴത്തേക്കും ബ്രെയിൻ കപ്പാസിറ്റി, ബ്രെയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1500 ഗ്രാം ആയി തീരും. 1448 മുതൽ 1500 ഗ്രാം വരെ വെയിറ്റ് ആയി തീരും. ഈ വളർച്ച സംഭവിക്കുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴത്തേക്കാ. 18-നും 19-നും ഇടയിലുള്ള സമയമാകുമ്പോഴത്തേക്കാണ് ഈ വളർച്ച പൂർത്തിയാകുന്നത്. ആ വളർച്ചയ്ക്കിടയിലാണ് അയാളുടെ വ്യക്തിത്വം, അയാളുടെ പേഴ്സണാലിറ്റി, ആ മനുഷ്യൻ എങ്ങനെയെല്ലാം ആയിത്തീരണം, ആ മനുഷ്യൻ ആരെല്ലാം ഒക്കെ ആയിത്തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ സമയമാണ്. ആ സമയത്തിനുള്ളിൽ ആ കുട്ടിയുടെ തലച്ചോറ് ഏത് രൂപേണയാണ് വളരുന്നത്, ആ കുഞ്ഞിന്റെ തലച്ചോറിന് കിട്ടുന്ന സ്ട്രോക്ക് എന്താണ്, വളരുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്, ആ കുട്ടിയുടെ സെൻസ് ഓർഗൻസിലൂടെയാണ് അതിന്റെ വളർച്ച നടക്കുന്നത്. ഒരു പക്ഷെ ആ കുഞ്ഞ് കാണുന്നതിനനുസരിച്ചായിരിക്കാം, കേൾക്കുന്നത് എന്താണോ അതിനനുസൃതമാണ്, ആ കുഞ്ഞ് അനുഭവിക്കുന്നത് എന്താണോ അതിനെ അനുസരിച്ചാണ്, ആ കുഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താണോ അതിനനുസരിച്ചാണ്, അതായത് ആ കുഞ്ഞിന്റെ ചുറ്റുപാടിനനുസരിച്ചാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ചുറ്റുപാട്, ഏറ്റവും നല്ല സ്ട്രോക്ക് അത് ഒരു കുഞ്ഞിന് കിട്ടുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റെവിടുന്നാണ് പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ഏറ്റവും നല്ലവനാവേണമേ എന്ന് ആഗ്രഹിക്കുന്നത്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയും അച്ഛനുമാണ്, ആ കുട്ടിയെ ജനിപ്പിച്ചവരാണ്. ഒരുപക്ഷെ ആ കുട്ടിയുടെ ദുഃഖത്തിൽ അവനേക്കാളേറെ ദുഃഖിക്കുന്നത് ഉമ്മയാണ്, ഉപ്പയാണ് എങ്കിൽ അവന്റെ സന്തോഷത്തിൽ അവനേക്കാളേറെ സന്തോഷിക്കുന്നതും ഈ പറഞ്ഞ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ആ സംവിധാനം എത്ര മനോഹരമാക്കുന്നുവോ, ആ സംവിധാനം എത്രയേറെ നന്മ നിറഞ്ഞതാക്കുന്നുവോ അത്രയേറെ നല്ലതായിരിക്കും ആ കുട്ടിയുടെ തലച്ചോറെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. എന്നാൽ നമ്മളെ കുഞ്ഞുങ്ങള് പറക്കമുറ്റുമ്പോൾ, അവരിങ്ങ് ചിറക് വെച്ച് പതുക്കെ പതുക്കെ പറന്നു തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാ. പറന്ന് വീട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ മനോഹരമായ കാഴ്ചയാണ്. ലിബറലിസത്തിൻ്റെയും ഇക്വാലിറ്റിയുടെയും മനോഹരമായ കാഴ്ചയാണ്. ഒരുപക്ഷെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ വിരൽ തുമ്പിലാണല്ലേ അറിവുള്ളത്, നമ്മളുടെയൊക്കെ വിരൽ തുമ്പിലാണ്. ഒന്നല്ല, എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. അത്രയേറെ മൊബൈൽ ഫോണുകളാണ് നമ്മളുടെയൊക്കെ കയ്യിൽ. ഈ കാലഘട്ടത്തിൽ, റോബോട്ടിക്സ് യുഗത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് മൊബൈൽ ഫോണിലുള്ളത്, ഒരുപാട് ഗുണങ്ങളാണ് മൊബൈൽ ഫോണിനുള്ളത്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ. എന്നാൽ അതേ അർത്ഥത്തിൽ തന്നെ, അതേ ആഴത്തിൽ തന്നെ എത്രത്തോളം ഗുണങ്ങളുണ്ടോ അത്രയേറെ അതിൻ്റെ ദോഷങ്ങളും നാം മനസ്സിലാക്കുക. ഒരുപക്ഷെ ആൽഫ ജനറേഷൻ എന്നറിയപ്പെടുന്ന 2010 ശേഷമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ബ്രെയിനിന്റെ സ്ട്രോക്ക് എന്ന് പറയുന്നത്, അവരുടെ തലച്ചോറിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിന്റെ കൂടെയാണ്.
അത് തൊട്ട് മുൻപേ ഉണ്ടായിരുന്ന സി എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഉണ്ട്. ആ ജനറേഷൻ പകുതി പാരന്റൽ ഗ്രോത്തും പകുതി അവരുടെ ഫാമിലി അല്ലെങ്കിൽ മാതാപിതാക്കളാണ് എങ്കിൽ പകുതി മാത്രമാണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നത്. പക്ഷെ 2010 ശേഷമുള്ള നമ്മളെ കുട്ടികൾ അങ്ങനെയല്ല. 100% ഇലക്ട്രോണിക് സ്ട്രോക്കാണ് അവരുടെ തലച്ചാലിറ്റി എന്നവർ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതല്ല യഥാർത്ഥ ഭാരമാണ് കേട്ടോ എന്ന് പുറത്തുനിന്ന് പറയുമ്പോൾ അത് ബാധ്യതയാണ് കേട്ടോ എന്ന് പുറത്തുനിന്ന് ബാധ്യതകൾ ഉണ്ടാവില്ല. ഈ ഓളെ പോറ്റണ്ട, ഈ ഓക്ക് തിന്നാൻ കൊടുക്കണ്ട, നീ ഓന്റെ കാര്യങ്ങൾ നോക്കണ്ട. ആടി വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ, താൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അഴിഞ്ഞാടി കൂത്താടി ജീവിക്കാൻ പോര് എന്ന് പറഞ്ഞ് ലഹരികളുടെ ലോകത്തേക്ക് മാടി വിളിക്കും. പുറത്തുനിന്ന് മാടി വിളിക്കുമ്പോൾ വാ വാ എന്ന് പറഞ്ഞ് നയിക്കുന്ന എൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് വിവാഹം ഭാരമായി തോന്നുന്നത്, എങ്ങനെയാണ് വിവാഹത്തെ അത് തളച്ചിടലായി തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് കൗൺസിലിങ്ങിന് കൊണ്ടുവരാണ് 32 വയസ്സായ ഒരു മോളെ. ഡബിൾ PhD കഴിഞ്ഞതാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡബിൾ PhD കഴിഞ്ഞ മോള. അവൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ക്ലിനിക്കിൽ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും വിവാഹം എന്ന് പറയുന്ന മനോഹാരിതയെക്കുറിച്ച് നമുക്ക് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരുന്ന മനോഹരമായ മാതൃകകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ അള്ളാന്റെ പ്രവാചകർ കാണിച്ചു തന്ന ഒരുപാട് മനോഹരമായ ചരിത്രങ്ങളുണ്ട്. അവയോരോന്നും അവൾക്ക് മുൻപിൽ പറഞ്ഞു വെക്കുമ്പോൾ അവൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതൊക്കെ ചരിത്രമല്ലേ, അതൊക്കെ ചരിത്രമല്ലേ, പക്ഷെ ഞാൻ കാണുന്ന ജീവിതങ്ങൾ അങ്ങനെയല്ലല്ലോ എന്ന്. ഞാൻ കാണുന്ന ജീവിതങ്ങൾ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവൾ കാണുന്ന ജീവിതം അവളുടെ വീട്ടിനുള്ളിലാണ്. അവർ കുഞ്ഞുനാൾ മുതൽ 7 വയസ്സ് വരെ മാത്രം വളരുന്ന തലച്ചോറാണ്. അതുവരെ മാത്രം വളരുന്ന തലച്ചോറിലേക്ക് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം കണ്ടു വളരുമ്പോൾ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോൾ അവിടെ എത്ര മനോഹാരിത നൽകുന്നുവോ അതാണ് അവളുടെ തലച്ചോറിൽ ഇംപ്രിന്റ് ആവുന്നത്, അവൾ മനസ്സിലാക്കി വെക്കുന്നത്. ഒടുവിൽ യാഥാർത്ഥ്യമായ കാര്യങ്ങളെക്കുറിച്ച് വിവാഹം എന്ന് പറയുന്നത് പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ, പെണ്ണിനോട് മാത്രമായിക്കൊണ്ട് പെണ്ണെ നീ ആനന്ദിക്കുവാൻ, നീ ആഹ്ലാദിക്കുവാൻ, നീ സന്തോഷിക്കുവാൻ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പുരുഷനോട് മാത്രമായിക്കൊണ്ട് നീ സന്തോഷിക്കുവാൻ, നീ ആനന്ദിക്കുവാൻ, നീ ആഹ്ലാദിക്കുവാൻ, നീ ഇണയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ന് പറയുന്നത് ആണിനോടും പെണ്ണിനോടുമാണ്. അവിടെ അതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ആണിനോടും പെണ്ണിനോടും കൂടിയായിട്ടാണ് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും പറയുന്നത്. ആ ആനന്ദവും ആഹ്ലാദവും ഈക്വലാണ് എന്ന തത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഏകദേശം കല്യാണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവാ. ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിപ്പോയി സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കയറി വന്ന്. ഉമ്മ വളരെ സന്തോഷത്തിലാണ് കയറി വരണേ, കാരണം കുട്ടി കല്യാണത്തിന് സമ്മതിച്ചു. കയറി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് എൻ്റെ സീറ്റിലിരുന്ന് പോയി ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഒന്നും കൂടെ കയറി വന്നിട്ട് എന്നോട് പറയാം, ഡോക്ടർ ഇനി എനിക്ക് കുറച്ച് നിങ്ങളോട് പറയാനുണ്ട്, ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് പറയാനുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞ് അവർ അടുത്ത് വന്നിരുന്ന് ഉടനെ അവർ എൻ്റെ അടുത്ത് പറയാം, മോളെ കാര്യത്തിൽ എന്താണെങ്കിലും അൽഹംദുലില്ലാ പൊന്നാറിൻ്റെ ഡോക്ടറെ, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരുമോ എന്ന്. കഴിഞ്ഞ 2 മണിക്കൂർ സമയം ഞാൻ എൻ്റെ ഊർജം മുഴുവൻ ചിലവഴിച്ച് ഈ കുട്ടിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തതൊക്കെ വൃഥാവിലായോ പ്രിയപ്പെട്ടവരെ? വെറുതെ ആയോ പ്രിയപ്പെട്ടവരെ? എന്തായിരുന്നോ ആ കുഞ്ഞിന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തത്? അതായിരുന്നില്ല അവൾ കണ്ടത്, അതായിരുന്നില്ല അവൾ അനുഭവിച്ചത്. പിന്നെ എങ്ങനെയാണ് നമ്മളെ മക്കൾ വഴിപിഴച്ച് പോവാതിരിക്കുക? പുറത്തുള്ള ലഹരികളിലേക്ക്, പുറത്തുള്ള ആനന്ദങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ മക്കൾ വഴിപിഴച്ച് പോവാതിരിക്കുക? അതുകൊണ്ട് ആ ആനന്ദവും ആഹ്ലാദവും വീട്ടിലാണ് നൽകേണ്ടത്. കുടുംബ ബന്ധം, ആ ബന്ധത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കുക, അത് ആനന്ദം തുളുമ്പുന്നതാക്കി തീർക്കുക. അവിടെ ഉണ്ടാവുന്നതിൻ്റെ ചില ബന്ധങ്ങളുണ്ട്.
നമ്മുടെ ബന്ധങ്ങൾക്കുള്ളിൽ തീർച്ചയായും മറ്റു ബന്ധങ്ങളെ പോലെയല്ല, കുടുംബത്തിനുള്ളിലുള്ള ബന്ധങ്ങൾ മറ്റു പല ബന്ധങ്ങളുടെയും പോലെയല്ല, വളരെയധികം പ്രത്യേകതകളുണ്ട് അതിന്. അവിടെ തീർച്ചയായും നമ്മൾ നിലനിർത്തേണ്ട 3 കാര്യങ്ങൾ പറയണം. അതിലൊന്നാമത്തത് 3 അടുപ്പങ്ങളെ കുറിച്ച്. ശാരീരികമായ അടുപ്പം, രണ്ടാമത്തത് മാനസികമായ അടുപ്പം, മൂന്നാമത്തത് ആത്മീയമായ അടുപ്പം. ഈ 3 അടുപ്പങ്ങളാണ് ആ ബന്ധങ്ങൾ പരസ്പരം ഉണ്ടാവുന്നത് എങ്കിൽ നമ്മുടെ മക്കള് ഒരു പക്ഷേ വഴിപിഴച്ച് പോവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതും കൂടി പറഞ്ഞു വെക്കാം. ഏറ്റവും മനോഹരമായി, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ധാർമ്മികത നൽകിക്കൊണ്ട്, മൊറാലിറ്റി നൽകിക്കൊണ്ട്, സ്പിരിച്വാലിറ്റി നൽകിക്കൊണ്ട്, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് വളർത്തിയിട്ടും മക്കൾ ഒരു പക്ഷേ വഴിപിഴച്ച് പോയേക്കാം. ഒരിക്കൽ ഒരു ഉമ്മ പങ്കുവെച്ചതാണ്, എല്ലാ തരത്തിലുള്ള നല്ല അനുഭവങ്ങളും നൽകിയിട്ടും ആ കുട്ടി വഴിപിഴച്ച് പോയപ്പോൾ ആ ഉമ്മയുടെ മുമ്പിലുണ്ടായ ഒരു ചോദ്യമുണ്ട്, പിന്നെ എങ്ങനെയാണ് വളർത്തേണ്ടത്? അതുകൂടി അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞു തരാം. ഒരു പക്ഷേ ലഹരിയിലാവട്ടെ, ഒരു പക്ഷേ ചീത്ത ബന്ധങ്ങളിലായി പോവട്ടെ, ഏത് തരത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള ലഹരികളിൽ നിന്നും നമ്മുടെ മക്കളെ മുക്തി വേണമെന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അത് ചീത്ത ബന്ധമാണ്, അത് ചീത്ത ജീവിത രീതിയാണ്, ജീവിത ശൈലിയാണ് എന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നെഗറ്റീവ് പാരന്റിങ് നൽകിയ കുട്ടികൾ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ സന്തോഷവും ആനന്ദവും ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നും വളർന്നു വന്ന മക്കൾ, അവരെ ഇത്തരത്തിൽ അവർ അകപ്പെട്ടുപോയ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. എത്ര സിറ്റിംഗ് കൗൺസിലിങ്ങിന് ഇരുന്നിട്ടും കാര്യമില്ല. വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ വളർന്ന കുട്ടികളെ അത്തരം അവർ പെട്ടുപോയ ചതിക്കുഴികളിൽ നിന്നും കരകയറ്റി കൊണ്ടുവരാൻ കഴിയൂല. അവരതിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കും. അതൊരു പക്ഷെ പ്രേമബന്ധങ്ങളാവും, ലഹരികളാവും, എന്തുമായിക്കോട്ടെ. പക്ഷേ മനോഹരമായ കുടുംബജീവിതം നൽകിയ മക്കളാണ് എങ്കിൽ, മനോഹരമായ സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരെ നിഷ്പ്രയാസം ആ അവസ്ഥയിൽ നിന്നും, ഒരു പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, അവരുടെ കൂട്ടുകെട്ടിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും കൂട്ടുകാരുടെയും സാഹചര്യങ്ങളിൽ നിന്നും അവർ ലഹരികളിലേക്കോ അല്ലെങ്കിൽ ചതിക്കുഴികളിലേക്കോ പെട്ടുപോയതാണ് എങ്കിൽ അവയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. ഇതാണ് അനുഭവം. 6 വർഷത്തെ അനുഭവം ഇങ്ങനെയാണ്. അത്തരം കുട്ടികളെ പെട്ടെന്ന് നമുക്കതിൽ നിന്ന് മുക്തരാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ കാരണം, ഒരു പക്ഷേ എൻ്റെ പിടിപ്പുകേട് കാരണം, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ ചെയ്തികളിലും എൻ്റെ സംസാരങ്ങളിലും എൻ്റെ വാക്കുകളിലും വന്നുപോയ പിഴവുകൾ കാരണം അടുത്ത ഒരു ജനറേഷൻ, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കിനാവുകൾ, എൻ്റെ പ്രതീക്ഷകൾ നിലച്ചു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് ഞാൻ അടക്കമുള്ള മാതാപിതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാക്കുക, വീടകങ്ങളിൽ 3 അടുപ്പങ്ങൾ ഉണ്ടാക്കുക. ഒന്നാമത്തേത് ശാരീരിക അടുപ്പം തന്നെയാണ്. ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കെട്ടിപ്പിടിക്കേണ്ടടുത്ത് കെട്ടിപ്പിടിക്കുക തന്നെ വേണം. ഉമ്മ കൊടുക്കേണ്ടടുത്ത് ഉമ്മ കൊടുക്കുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വതക്കയുടെ, ദാനധർമ്മത്തിൻ്റെ പുണ്യം നൽകുന്നതാണ് എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കല്ല. നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഉരുള പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുവാനാ പറയുന്നത്. നിങ്ങളൊക്കെ പാരന്റിങ് സെഷൻസ് കേൾക്കുന്നവരായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാനാ പറയുന്ന മക്കളോട്. അത് മക്കൾക്ക് മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കുവാൻ പറയുമ്പോൾ, മക്കൾക്ക് മുൻപിൽ വെച്ച് നിങ്ങൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാനും വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുവാനും പറയുമ്പോൾ, പുറത്ത് കാണുന്നതല്ല യഥാർത്ഥ സ്നേഹം. റീൽസുകളിൽ കാണുന്നതോ ഷോർട്സുകളിൽ കാണുന്നതോ അല്ല യഥാർത്ഥ സ്നേഹം. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ പുരയിൽ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും വറ്റാത്ത സ്നേഹം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് സ്നേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര നാളായിട്ടുണ്ടാവും പരസ്പരം വായിലേക്ക് ചോറുള്ള വെച്ചുകൊടുത്തിട്ട്? കൈയൊന്നും പൊക്കണ്ട, മനസ്സിലാലോചിച്ചാൽ മതി, ഇല്ലേ? ഇന്ന് രാവിലെ പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ, നാസ്ത കഴിച്ചപ്പോൾ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തവർ ഒരു പക്ഷെ ഉണ്ടാവാം. ആർക്ക്? 6 വയസ്സായ കുട്ടിക്കല്ല, 2 വയസ്സായ കുട്ടിൻ്റെ പിന്നാലെ നമ്മൾ ഭക്ഷണം കൊണ്ട് ഓടുണ്ടാവൂലേ? പുയ്യാപ്പിളൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് എത്ര നാളായി പ്രിയപ്പെട്ടവരെ?
അല്ലെങ്കിൽ പുയ്യാപ്പിളങ്ങളെ വായിലേക്ക് ഭക്ഷണം വെച്ചെന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വെച്ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മക്കള് കാണുന്ന സ്നേഹം എവിടെയുള്ളത്? അവരെന്ത് സ്നേഹമാണ് കാണുന്നത്? അതിനെങ്ങനെയാ ഭക്ഷണം വിളമ്പിച്ച് ഓടുകയല്ലേ അടുക്കളയൊക്കെ അടുത്ത മണി മുഴുവനാക്കാന്, അല്ലേ? ഭക്ഷണം വിളമ്പിച്ച് നമ്മൾ ഓടുക, ധൃതിപ്പെട്ട് അടുക്കളയൊക്കെ ഓടുക. ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക. ഇത് പറഞ്ഞ് മൈക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഉടനെ മുമ്പിലിരിക്കുന്ന ഇച്ചിരി പ്രായമായ ഒരു വല്ലിപ്പുണ്ട്. ആ വല്ലിപ്പ് എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറയാ, അല്ല എൻ്റെ മോളെ, തന്നെ പോകുന്ന പ്രായമുള്ള കുട്ടികളുടെ മുമ്പിൽ ഇത് തൊള്ളയൊക്കെ ഭക്ഷണം വാരി വെച്ചോണ്ടിരിക്കുക, അതെന്താ ജി പറയണത്? തന്നെ പോലെ വലിപ്പമുള്ള കുട്ടികളെ മുന്നിൽ നിന്ന് ഉമ്മയും ബാപ്പയും വായിലേക്ക് ഇങ്ങനെ ഭക്ഷണം വെച്ചുകൊടുക്കല്ലേ? ഈ എന്തൊക്കെയായി പറയണേ? നടക്കണ വല്ല കാര്യവും പറയാന്ന്. പക്ഷെ ഉണ്ടല്ലോ, ഒരുപക്ഷെ നമ്മൾ 2, 3, 4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുള്ളൂ. നമ്മളെ കുട്ടികളുടെ കയ്യിലും നമ്മളെ കയ്യിലൊക്കെ 24/7 എന്തുണ്ട്? ഹൈ എന്തുണ്ട്? ഫോണുണ്ട്, ഇല്ലേ? നമ്മളെ സന്തത സഹചാരിയാണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അത്രയും പ്രിയപ്പെട്ടതാ, സദാസമയം നമ്മളെ കയ്യിലാ. ഒരു പക്ഷെ രാത്രി ഉറങ്ങുമ്പോ ഇയാളെ പിരിയണത് പേടിച്ചിട്ട് ഇയാളെ പിരിയാൻ പറ്റൂല, ഇയാൾ നമ്മൾ എന്ത് ചെയ്യും? തലേണേന്റെ താഴേക്ക് വെക്കൂല്ലേ? എന്നാൽ അയാളെ മേലെ തന്നെ കിടക്കാലോ. അങ്ങനെ രാവിലെ ഉണരാണ്, എൻ്റെ തമ്പുരാൻ, എൻ്റെ ദൈവം എനിക്ക് തന്ന ജീവിത മരിച്ചിട്ടില്ലല്ലോ, മരിക്കാതെ ഞാൻ ഉണരുക. ഉണരുമ്പോഴും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആള് ജീവനോടുണ്ടോ എന്ന് തപ്പണേന് പകരം തലേന്ന് രാത്രി തലേണന്റെ ഉള്ളിക്ക് മാറ്റി വെച്ച ആള് ജീവനുണ്ടോ എന്ന് നമ്മൾ നോക്കും, ഇല്ലേ? ആളെടുത്തിങ്ങനെ തുറന്ന് ആളുടെ വെളിച്ചം കണ്ടാണ് നമ്മുടെ ഇമകൾ നാം തുറക്കുന്നത്. അത്രയേറെ പ്രിയപ്പെട്ടതാ ആര്? നമുക്ക് നമ്മളെ മൊബൈൽ ഫോണ്. അത് കഴിഞ്ഞ് ബാത്റൂമിക്കും ചിലപ്പം കൊണ്ടുപോകും. ഉണ്ടോ? ഇല്ലേ? നാദപുരംകാരല്ലട്ടോ ഞാൻ പറയണത്, ഞങ്ങൾ നിലമ്പൂരാരൊക്കെ അങ്ങനെയാണേ. ചിലപ്പോൾ ബാത്റൂമിലേക്കും ഫോണ് കൊണ്ടുപോണ ബിരുദന്മാരൊക്കെ ഉണ്ട്. ബാത്റൂമിലേക്ക് ഫോണ് കൊണ്ടുപോയ ഒരു കഥ ഞാൻ പറയട്ടെ, കേൾക്കാൻ മൂടുണ്ടാ? ഓ എന്തൊരു മൂടല്ലേ. അപ്പോ ബാത്റൂമിലേക്ക് ഫോണ് കൊണ്ടുപോയ ഒരു കഥ. ബാത്റൂം എന്ന് പറയുന്നത് പിശാചിന്റെ ഇടമാണ് എന്ന് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലേ? ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുറേ സമയം ബാത്റൂമിൽ ഇരിക്കുന്ന ആളുകൾക്ക് 95% വൻകുടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോവർ അബ്ഡമനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിസ്റ്റുല, ഫിഷർ, പൈൽസ്, IBS പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്. അതൊക്കെ അവിടെ മാറ്റിയേക്കാം നമുക്ക്. ഇനി ഈ അനുഭവം കൂടി നമുക്ക് കേൾക്കാം. ഒരിക്കലേ ഒരു പയ്യന് കല്യാണം കഴിഞ്ഞ ആളാണ്, ബാത്റൂമിൽ പോവുകയാണ്. ആസ് യൂഷ്വൽ എല്ലായ്പ്പോഴത്തെയും പോലെ ഫോണും കൊണ്ടാ കയറിയത് മൂപ്പര്. വെറുതെ ഇരിക്കല്ല, അത്ര നേരം ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഫോണൊക്കെ തുറന്ന് വാട്സപ്പൊക്കെ തുറന്ന് വാട്സപ്പിൽ വോയിസുകൾ ഇങ്ങനെ കേൾക്കുക. കുറേ വോയിസുകൾ വന്നിട്ടേ ഓരോ വോയിസും കേൾക്കുകയാണ്. വോയിസ് ഓണാക്കി കുറച്ച് സമയം കേട്ടപ്പോഴത്തേന് പെട്ടെന്ന് വോയിസ് കട്ടായിപ്പോയി. ഇയാൾ എന്ത് ചെയ്തു? വീണ്ടും വോയിസ് കേൾക്കാൻ തുടങ്ങി. വീണ്ടും കട്ടായി, വീണ്ടും ഓണാക്കി, വീണ്ടും കട്ടായി. ഇങ്ങനെ തുടർന്ന് ഒരു 10-20 വോയിസ് കേട്ട് കഴിഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മൂപ്പർക്കൊരു ശങ്ക, ഇതെന്താ ഇടക്കിടക്ക് കട്ടാവണേ വോയിസ്? ഫോണിന്റെ മുകളിലേക്ക് നോക്കിയപ്പോ എയർപോഡ് ഈസ് കണക്റ്റഡ്. എന്തേനു? നമ്മളെ വള്ളിയില്ലാത്ത ചെവിയിൽ വെക്കണ സാധനല്ലേ, ഹെഡ്സെറ്റിന്റെ പുതിയ വേർഷൻ. എയർപോഡ് കണക്ട് ആയിക്കണമല്ലോ. അപ്പൊ ആര് എയർപോഡ് കണക്ട് ചെയ്ത്? ഓന്റെ കയ്യിൽ എയർപോഡ് ഇല്ല. എയർപോഡ് എവിടെയുള്ളത്? ബാത്റൂമിന്റെ പുറത്ത്, റൂമില്, ബെഡില്. അപ്പൊ പൊരയിലൊരു ഡിറ്റക്റ്റീവ് ഉണ്ട്. ആരാ പൊരയിലെ ഡിറ്റക്റ്റീവ്? ആരാ? നമ്മള് ആരാ? ഭാര്യമാര് അല്ലേ? ഡിറ്റക്റ്റീവ് കയറി വരുമ്പോഴ് റൂമിൽ മൂപ്പരും ഇല്ല, മൂപ്പരെ ഫോണും ഇല്ല, പക്ഷെ മൂപ്പരെ എയർപോഡ് ഉണ്ട്. മുപ്പത്തിയാർ എന്ത് ചെയ്തു? നേരെ എയർപോഡ് എടുത്ത് ചെവിയിൽ അങ്ങോട്ട് വെച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കലും ബ്ലൂടൂത്ത് വഴി എയർപോഡ് മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തു. ആരെ ഇയാളെ വോയിസ് കേട്ടു? ആരെ വോയിസ് കേട്ടു? രണ്ടാളും കൂടെ കേട്ടു. രണ്ടാളും കൂടെ വോയിസ് കേട്ടു. കുടുംബം കലങ്ങി. ക്ലിനിക്ക് കൊണ്ടുവന്നാ തീരുവോ? കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? നമ്മളെ കൊണ്ട് കൂടിയാ കൂടൂല. നമ്മളെ കൊണ്ട് കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം തൊണ്ടി മുതലോടുകൂടി പിടിക്കപ്പെട്ടു, ഇല്ലേ? തെളിവുകളോട് കൂടിയിട്ട് ആര് പിടിച്ചു? ഭാര്യ പിടിച്ചു. ആ കേസ് ഇപ്പൊ എവിടെയുള്ളത്? കുടുംബ കോടതിയില്. വേറെ നിവൃത്തിയുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരോഗ്യം മാത്രമല്ല നഷ്ടപ്പെടുക,
സമാധാനം കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് മൊബൈൽ ഫോണ് ദയവ് ചെയ്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാതിരിക്കുക. പറഞ്ഞു വന്നത് അത്രയേറെ നമുക്കൊക്കെ പ്രിയപ്പെട്ടതാണ് എന്ത്, നമ്മളെ മൊബൈൽ ഫോണ്. ഈ മൊബൈൽ ഫോണ് നമ്മൾ ഒരു പക്ഷേ നമ്മുടെ അവശ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കും അവരുടെ പഠനാവശ്യാർത്ഥം, അവരുടെ പ്രൊഫഷൻ ആവശ്യാർത്ഥം മൊബൈൽ ഫോൺ വേണം. ഈ ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ കൂടെ അതിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ആ എൻ്റർടൈൻമെൻറ്റ്സിൽ ഒരിക്കലും റിയൽ അല്ലാത്ത സ്നേഹപ്രകടനങ്ങളും സ്നേഹഭാജ്യങ്ങളും അവർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവരറിയാതെ അവരുടെ ഉപബോധ മനസ്സ്, അവരുടെ ജീവിത രീതി, അവരുടെ ജീവിത ശൈലി അതിലേക്കായി പോകുമ്പോൾ വീട്ടിൽ ഭക്ഷണം ഉമ്മയും ഉപ്പയും പരസ്പരം വായിലേക്ക് വാരി കൊടുക്കുന്നതിനേക്കാളേറെ സ്നേഹപ്രകടനങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ നമ്മളെ കുട്ടികൾ കാണുന്നുണ്ട്. പിന്നെ എന്താ അണ്ണയാളെ, ഉമ്മാക്കും വാപ്പാക്കും ഇത്തിരി വറ്റ ചോറ് വായിലേക്ക് ഇട്ടുകൊടുത്താൽ പ്രശ്നം? ഉമ്മാക്കും വാപ്പാക്കും മക്കളുടെ മുമ്പിൽ നിന്ന് തോളിൽ കൈയിട്ടിരുന്നാൽ എന്താ പ്രശ്നം? ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ പ്രശ്നം? ഒന്ന് ഉമ്മ കൊടുത്താൽ എന്താ പ്രശ്നം? അതിനേക്കാൾ വലിയ സ്നേഹപ്രകടനങ്ങൾ ഒരു പക്ഷേ ഹറാമായ ചീത്ത രീതിയിലുള്ള വേണ്ടാത്ത തെറ്റുകളിലേക്ക് പോകുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കുന്ന പല ബന്ധങ്ങളും അവർ റീൽസിൽ കാണുന്നുണ്ടാവും, ഷോർട്സിൽ കാണുന്നുണ്ടാവും, സോഷ്യൽ മീഡിയാസിലൂടെ കാണുന്നുണ്ടാവും. പക്ഷെ പൊരയിലില്ലേ സ്നേഹം കാണിച്ചു കൊടുക്കാനുള്ള മാർഗം? എന്നാ വഴക്കുണ്ടാവുമ്പോഴോ പൊരക്കാരല്ല, അയലോക്കക്കാരല്ല, വാർഡത്തെ ആൾക്കാരല്ല, ആ പഞ്ചായത്തത്തെ ആൾക്കാരല്ല, ജില്ല മുഴുവൻ അറിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല അല്ലേ? ഒരു ഭാര്യയും ഭർത്താവും വന്നപ്പോഴേ എത്ര പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പർക്ക് മനസ്സിലാവണില്ല. അപ്പം ഈ പെണ്ണ് പറയാ, പൊന്നാര ഡോക്ടറെ, മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ഇനി വഴക്കൊന്നും നിൽക്കാൻ പോണില്ല, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണ് എങ്കിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് നിങ്ങളെ റൂമിലേക്ക് പോവുക, റൂമിലിരുന്ന് ഡോറ് കുറ്റിയിട്ടിട്ട് വഴക്കിട്ടോളി, എന്നാ പിന്നെ നാട്ടുകാരും മക്കളും കേൾക്കൂലല്ലോ എന്ന്. അപ്പൊ അവള് പറഞ്ഞൊരു ഉത്തരണ്ട്. അതിന് വഴക്കുണ്ടാവുമ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ മൂപ്പര് ആദ്യം എന്താ ചെയ്യാന്നറിയോ? ബെഡ്റൂമിന്റെ ഡോർ അങ്ങോട്ട് തുറന്നിടും. മാത്രാണോ? ഹാളിന്റെ ഡോറും തുറന്നിടും. മാത്രാണോ? സിറ്റ് ഔട്ടിന്റെ ഡോറും തുറന്നിടും. എന്നിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും മുറ്റത്ത് വെച്ചിട്ടാണ് ബാക്കി കലാപരിപാടികളെല്ലാം. കേൾക്കട്ടെടി എല്ലാവരും എന്നൊരു ഡയലോഗും, കേൾക്കട്ടെടി എല്ലാവരും എന്നുള്ളൊരു ഡയലോഗും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക. ഒരു പക്ഷേ നിയന്ത്രിക്കാൻ പ്രയാസമുള്ളൊരു വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത്. നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു വികാരമാണ് ദേഷ്യം. പക്ഷേ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ, നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ആ ദേഷ്യത്തിലേക്ക് ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും അതിനെ മൂടി വെച്ചിട്ടില്ല എങ്കിൽ എല്ലാ വിപത്തുകൾക്കും കാരണം ഈ ദേഷ്യമാണ്, മുൻകോപമാണ്. ഒരിക്കൽ പോലും മഹാനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദേഷ്യം പിടിച്ചവനായിക്കൊണ്ട് കണ്ടിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും ദേഷ്യം പിടിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ. ആരായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭരണാധികാരിയായിരുന്നു, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. എന്നിട്ട് പോലും അത്രയേറെ കരുത്തുറ്റ നിയമ സംരക്ഷകനായിട്ട് പോലും അത്രയേറെ പ്രധാനമുള്ള കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് അവസാനം തൻ്റെ കുടിലിലേക്ക് മടങ്ങി വരുമ്പോഴും ഒരിക്കൽ പോലും ദേഷ്യം പിടിച്ചവനായി കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും ആ ഫ്രസ്ട്രേഷൻ, ആ മനസ്സിൻ്റെ പ്രയാസം അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് തൻ്റെ കുടുംബത്തിനോടോ തൻ്റെ ഇണകളോടോ തൻ്റെ മക്കളോടോ തീർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലേറെ മാതൃക വേറെ എവിടെയുള്ളത്? അതിലേറെ മാതൃക വേറെ എവിടെയുണ്ട്? നമുക്കൊരു പക്ഷേ പലപ്പോഴും നമ്മൾ കുട്ടികളെ അടിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. കുട്ടികളുടെ ഗുരുത്തക്കേടുകൊണ്ടാണോ? ആണോ? അല്ല, നമ്മളുടെ ഉള്ളിലെ ദേഷ്യം തീർക്കാനാ അല്ലേ? നമ്മുടെ ഉള്ളിൽ ചിലപ്പോ അടിക്കാൻ പറ്റാത്ത ആരോടെങ്കിലും ഉള്ള കുറുമ്പുണ്ടാവും, കുശുമ്പുണ്ടാവും, ഓലെ പോയി തല്ലാൻ പറ്റൂലല്ലോ. പക്ഷെ എത്ര തച്ചാലും തിരിച്ചു തല്ലാത്ത, ഒരു പ്രായം വരെ തിരിച്ചു തല്ലാത്ത, അല്ലെങ്കിൽ എത്ര നമ്മൾ ശാസിച്ചാലും കുറ്റപ്പെടുത്തിയാലും തിരിച്ച് കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ചെയ്യാത്ത, എത്ര നമ്മൾ ശിക്ഷിച്ചാലും അവസാനം ഉമ്മച്ചേന്നും പറഞ്ഞ് കരയുന്ന ആ പൊന്നോമന മക്കൾ നമ്മൾ തല്ലണത് എന്തിനാ? ഓൻ്റെ കുറുമ്പോണ്ടല്ല, അല്ലെങ്കിൽ ഓളെ വികൃതി കൊണ്ടല്ല, ആരോടൊക്കെയോ ഉള്ള ദേഷ്യമാണ്, ആരോടൊക്കെയോ ഉള്ള കുറുമ്പും വൈരാഗ്യവും തീർക്കുവാനാണ്. ഓർക്കുക, നിങ്ങളെ കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യില്ല എന്നാണ് അള്ളാഹു പറയണത്. നിങ്ങളെ കാരുണ്യം കൊണ്ട് ഞാൻ നോക്കുക പോലും ചെയ്യില്ല. 2 പേരെ. ആരാണ് 2 പേര്? അതിൽ ഒന്നാമത്തെ കൂട്ടര് മാതാപിതാക്കളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
പെറ്റ് പോറ്റിയ, വളർത്തി വലുതാക്കിയ, കാലിനടിയിൽ സ്വർഗം നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ഒറ്റപ്പെടുത്താൻ, അവരിൽ നിന്നും മാറി നിൽക്കാൻ, ആ സ്വർഗത്തെ വേണ്ട എന്ന് പറയുന്ന മക്കളെയാണ് കാരുണ്യം കൊണ്ട് നോക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ, രണ്ടാമത്തെ കൂട്ടര് മക്കളെ ഒറ്റപ്പെടുത്തിയവരാണ്. മക്കളെ ഒറ്റപ്പെടുത്തിയവരാ. മക്കളെ കുറ്റപ്പെടുത്തിയവരെയും അള്ളാഹു കാരുണ്യം കൊണ്ട് നോക്കുകയില്ല. ഒരു പക്ഷേ അവരുടെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ടാവാം, അവരുടെ കൂട്ടുകെട്ടുകൾ കൊണ്ടാവാം, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം തെറ്റ് സംഭവിച്ചേക്കാം, വഴി പിഴച്ചു പോയേക്കാം, ചതിക്കുഴികളിൽ പെട്ടുപോയേക്കാം. എനിക്ക് അങ്ങനെ ഒരു മകനേ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ എളുപ്പാ. കൂടുതലും ക്ലിനിക്കിൽ വാപ്പാരാട്ടോ അങ്ങനെ പറയില്ലേ. ഉമ്മാർക്ക് പിന്നെ അങ്ങനെ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഉമ്മാക്ക് അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റൂല. ആ പൊക്കിൽ കൊടി ബന്ധം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മാര് പലപ്പോഴും ചേർത്ത് പിടിക്കും. പക്ഷെ വാപ്പാർക്ക് എളുപ്പാ. വാപ്പ പുറത്ത് വരാന്തയിൽ നിന്നിട്ട് ഉലാത്തിയിട്ട് പറയും, എനിക്ക് അങ്ങനത്തെ ഒരു കുട്ടി തന്നെയല്ലോ, ഓൾ എന്താച്ചാ കാട്ടിക്കോട്ടെ. പക്ഷെ ഉമ്മാര് ഒഴിവാക്കൂല. ഉമ്മാര് ചേർത്ത് പിടിച്ച് കൊണ്ടുവരും. എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടീനെ സംരക്ഷിക്കണം. പറയരുത്, ഒരിക്കലും കുഞ്ഞിനെ ഒറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്, ചേർത്ത് പിടിക്കുക. സ്നേഹം കൊണ്ട് അവൾക്ക് സംഭവിച്ചു പോയ തെറ്റിൽ നിന്നും അവൾക്ക് ഉപദേശങ്ങൾ നൽകുക. അങ്ങനെ നൽകണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തിയറി എന്താ നമുക്ക് മനസ്സിലാവണ്ടേ? എൻ്റെ കുട്ടി കൊണ്ട് നടക്കുന്ന അവൻ്റെ തിയറി എന്താണ്, അവൻ്റെ ജീവിത രീതി എന്താണ്, അവൻ്റെ ശൈലി എന്താണ്, അവൻ്റെ ഭാവി പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകണം. ഒരിക്കൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഒരു കുട്ടീനെയും കൊണ്ട്, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെയും കൊണ്ട് വരിക. അവളുടെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അവൾ ഭയങ്കര ഗൗരവമുള്ള ആളായി മാറിയിട്ടുണ്ട്, പെൺകുട്ടി. അങ്ങനെ കുറേ അവൾക്ക് കൗൺസിലിംഗ് കൊടുത്തു, കുറേയേറെ അവളുടെ അടുത്ത് സംസാരിച്ചു. ആദ്യം വന്ന സമയത്ത് ഈ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവൾ നന്നായിട്ട് ചിത്രം വരക്കും, എൻ്റെ കുട്ടി നന്നായിട്ട് ചിത്രം വരക്കും. അവളുടെ ബെഡ്റൂമിൽ മുഴുവൻ അവളുടെ സ്റ്റഡി ടേബിളിൻ്റെ താഴെ അവളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നോട്ട് ബുക്കിൽ ഒക്കെ മനോഹരമായ ചിത്രങ്ങൾ അവൾ വരച്ചു വെക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ നിങ്ങളെ കുട്ടി വരക്കുന്ന ചിത്രം എന്താണ്? അപ്പം ഉമ്മ പറയാ, ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടി വരക്കല് മഴവില്ലാണ് എന്ന്. എന്താണ് വരക്കല്? മഴവില്ലാണ് എന്ന്. എന്താ മഴവില്ല് വരച്ച പ്രശ്നം? എന്താണ് മഴവില്ല്? നദാപുരത്തുള്ള ആർക്കെങ്കിലും അറിയോ എന്താണ് റെയിൻബോ തിയറി? ഒരുപക്ഷെ കൗമാരക്കാരായ കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഏതെങ്കിലും ഉമ്മമാർക്ക് അറിയാം എന്താണ് റെയിൻബോ തിയറി? അറിയുന്ന ഉമ്മമാർ ആരെങ്കിലും കൈപൊക്കുക? ആർക്കും അറിയില്ല അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ഒരു ഉമ്മ തന്നെയായിരുന്നു അത്. ആ ഉമ്മാക്കും അറിയില്ലായിരുന്നു എന്തിനാണ് എൻ്റെ കുട്ടി മഴവില്ലിനെ വരക്കുന്നത്. ആകാശത്ത് പണ്ട് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സൂര്യപ്രകാശം മേഘങ്ങളിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികളിൽ മുട്ടി പിന്നെന്താ 7 വർണ്ണങ്ങളായി വിഘടിച്ച് അതിങ്ങനെ റെയിൻബോ ഷേപ്പിൽ നിൽക്കുന്നതാണ്. അതിങ്ങനെ ആർച്ച് ഷേപ്പിൽ നിൽക്കുമ്പോൾ അതിനെ മഴവില്ല് എന്ന് പറയും. അങ്ങനെ തന്നെയല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളെ കുണ്ട കണ്ണും കാട്ടി എന്നെ നോക്കിക്കുമ്പോൾ എനിക്ക് എന്നെ പേടിയാവാ. ശരിയല്ല എന്നെയാളെ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? സയൻസിന്റെ ടീച്ചർമാരായാലും ഇവിടെ ഉണ്ടോ? അതന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്, പ്രകാശത്ത് നിന്ന് അങ്ങനെ തന്നെയാണ് റെയിൻബോ ഉണ്ടാവുക. എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല, പണ്ട് പഠിച്ചതല്ലേ, മറക്കൂല ചില മനുഷ്യന്മാർ. അപ്പൊ ഈ ഉമ്മയും നമ്മളെയൊക്കെ പോലെ എൻ്റെ കുട്ടി മഴവില്ല് ഇഷ്ടപ്പെടുന്ന ഒരാളാ. പ്രകൃതി രമണീയമായ പ്രകൃതിയുടെ ഒരു വരദാനമാണ് മഴവില്ല് എന്ന് പറയുന്നത്. ആ മഴവില്ലിനെ സ്നേഹിച്ചെൻ്റെ കുട്ടി ഇങ്ങനെ വരച്ചു വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മഴവില്ല് റെയിൻബോ എന്ന് പറയുന്നത് LGBTQ and so on എന്ന് പറയുന്ന അതിവിഷം വമിക്കുന്ന ഒരു തിയറിയാണ്. എന്താ LGBTQ? അത് ലെസ്ബിയനിസം ആവാം, അത് ഗേയിസം ആവാം, അത് ബൈസെക്ഷുവാലിറ്റി ആവാം, അത് ഹോമോസെക്ഷുവാലിറ്റി ആകാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും തീക്ഷ്ണമായ വികാരങ്ങളിൽ ഒന്നാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു സെക്ഷൽ ഡിസ്ഫോറിയ എന്ന് പറയുന്ന മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ആ തിയറി കൊണ്ട് നടക്കുന്ന, അതിനെ തികച്ചും നോർമലൈസ് ചെയ്ത്, അതിനെ തികച്ചും പ്രകൃതിയുടെ ഒരു വരദാനമായി കണ്ടുകൊണ്ട് അതിനെ താലോലിച്ച് പുന്നാരിച്ച് ആ രൂപത്തിലേക്ക് നമ്മളായിത്തീരുക എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ചിഹ്നമാണ് റെയിൻബോ എന്ന് പറയുന്നത്, മഴവില്ല് എന്ന് പറയുന്നത്. ഇനി കഷ്ടകാലത്തിന് LKG പഠിക്കുന്ന നമ്മളെ കുട്ടികൾ എങ്ങാനും ബുക്കിൽ റെയിൻബോ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് തല്ലാൻ നിൽക്കരുത് കേട്ടോ പ്രിയപ്പെട്ടവരെ. ഇജിഞ്ഞ് മേലാല് മഴവില്ല് വരച്ചാല് അതിനെ തല്ലരുത്. അത് മനസ്സിലാക്കണം, എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെയായി, എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെയായി. അതാണ് ആദ്യം ഞാൻ പറഞ്ഞു വെച്ചത്. ഒരു പക്ഷേ 10, 15, 20 വർഷങ്ങൾ കൊണ്ട്
ഏതാണിനും ഏത് പെണ്ണിനും ഏതാണിനെയും ഏത് പെണ്ണിനെയും ഏത് രൂപത്തിലും ലഭ്യമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ ലോകം എത്തുമെന്ന് പറഞ്ഞ തിയറി. എന്നാൽ 1960-70 കാലഘട്ടത്തിൽ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാക്കി മാറ്റി. വെസ്റ്റേൺ കൺട്രീസില്, അമേരിക്ക പോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇത് ഒരു സയൻസ് ആക്കി മാറ്റപ്പെട്ടു. കാരണം കുത്തഴിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. ആർക്കും ആരെയും എപ്പോഴും എന്ന രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഫാദർലെസ് അമേരിക്ക ഉണ്ടായി. വാപ്പല്ലാത്ത കുട്ടികളുണ്ടായി. വാപ്പല്ലാത്ത കുട്ടികൾ പെരുകിയപ്പോ നാടിൽ ഈ അരാജകത്വം വളർന്നു വന്നപ്പോൾ അവിടുത്തെ സ്കോളേഴ്സ്, അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ സയന്റിസ്റ്റുമാർ, അവിടുത്തെ ഫിലോസഫേഴ്സ് എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണം? ലൈംഗികതയെ ശാസ്ത്രീയതയിലൂടെ കാണാൻ തുടങ്ങി. അവിടെ നിയമങ്ങൾ വന്നു തുടങ്ങി. കുടുംബം എന്ന് പറയുന്ന ശക്തമായ ആ ചാനലിലേക്ക്, ആ സംരക്ഷണ വലയത്തിലേക്ക് ആ നാടിപ്പോൾ എത്തിയെങ്കിൽ നമ്മളിവിടെ നൈറ്റ് ലൈഫാ, നമ്മളിവിടെ രാത്രി ജീവിതമാണ് അല്ലേ? പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ കുത്തഴിഞ്ഞ് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടനിൽ പോയാൽ നമുക്ക് 8 മണിക്ക് ശേഷം അവിടെ ലൈറ്റ് ഉണ്ടാവില്ല. 8 മണിക്ക് ശേഷം അവിടെ കടകളൊക്കെ അടയും. ബ്രിട്ടൻ നമ്മളെക്കാൾ 30 വർഷം മുൻപിൽ ജീവിക്കുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യത്ത് പോലും നൈറ്റ് ലൈഫ് ഒക്കെ അവസാനിച്ചു. കാരണം അതിൻ്റെ കെടുതികൾ അവർക്കറിയാം. അവിടെ ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ഫ്രം ബെഡ് ആണ്. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, അവരവരുടെ ജോലികളിലേക്ക് പോവുക. പക്ഷെ നമ്മൾ ആ 30 വർഷം പിറകിലാ. നമ്മളിവിടെ നൈറ്റ് ലൈഫ് തുടങ്ങുക. അവസാനം കരഞ്ഞു വരുന്നതാരാ? ഈ പെൺകുട്ടികളാ അല്ലേ? എന്താ ആൺകുട്ടീൻ്റെ പോലെ നടന്നാൽ എന്താ പ്രശ്നം? എന്താ എൻ്റെ വസ്ത്രം ഇങ്ങനെ ആയാൽ എന്താ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, മിഠായി പൊതിഞ്ഞു വെക്കുന്ന പോലെയാണ് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത്. ഒരു പക്ഷേ കുഞ്ഞുനാള് മുതലേ നമ്മൾ മക്കൾക്ക് ഈ ചിട്ട പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, ധാർമ്മികതയിലേക്ക് അവരെ എത്തിച്ചിട്ടില്ല എങ്കിൽ, ഏത് സാഹചര്യങ്ങളിലേക്ക് എത്തിയാലും എവിടെയെല്ലാം എത്തിയാലും ജീവിത വിജയം കൈവരിക്കാൻ ഒരു പക്ഷേ ലോകത്തിൻ്റെ ഏത് മൂലയിലും പോയി വിദ്യ അഭ്യസിക്കേണ്ടതുണ്ട്. എവിടെ എത്തിയാലും ഏത് ജീവിത രീതി നയിക്കുന്ന ആളുകളുടെ നടുവിലെത്തിയാലും ഐ ഹാവ് മൈ ഓൺ ഐഡന്റിറ്റി, ഐ ഹാവ് മൈ ഓൺ പേഴ്സണാലിറ്റി. ഞാൻ അതിൽ നിന്നും ഒരിക്കലും വേർതിരികയില്ല. എൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്നും, എൻ്റെ വ്യക്തിത്വത്തിൽ നിന്നും, ഞാൻ പഠിച്ച ധാർമ്മികതയിൽ നിന്നും, ഞാൻ പഠിച്ച ആദർശത്തിൽ നിന്നും, എൻ്റെ ഐഡന്റിറ്റിയിൽ നിന്നും ഞാൻ വ്യതിചലിക്കുകയില്ല എന്ന ദൃഢമായ സോൾഫുള്ളായ വിശ്വാസമാണ് മക്കൾക്ക് ഹൃദയത്തിനുള്ളിൽ നാം ഇട്ടുകൊടുക്കേണ്ടത്. അതിന് ചെറുപ്പകാലം നമ്മുടെ കൂടെയാണ് മക്കളുള്ളത്. അത് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നാം ചെയ്തു വെക്കേണ്ട പുണ്യകർമ്മമാണ് പ്രിയപ്പെട്ടവരെ. അത് ബന്ധങ്ങളിൽ നിന്നും തുടങ്ങുക. അതുകൊണ്ട് ശാരീരികമായ ബന്ധം, ശാരീരികമായ അടുപ്പം അത് വീട്ടിലുണ്ടാവണം. മക്കളെ പുന്നാരിക്കേണ്ട സമയത്ത് പുന്നാരിക്കണം. നിങ്ങൾ എന്നെ ചിന്തിക്കുക, കുട്ടികൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഒരുപക്ഷെ 2 വയസ്സ് വരെ, ഒരുപക്ഷെ 5 വയസ്സായപ്പോൾ നിർത്തിയിട്ടുണ്ടാവും. നിർത്തരുത്. നമ്മളെ കുട്ടികൾ എത്ര വലുതായാലും നമുക്ക് നമ്മുടെ മക്കളാ. എസ്പെഷ്യലി കൗമാരപ്രായം തുടങ്ങിയ കുട്ടികൾക്ക് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള മക്കളെ നമ്മൾ ശരീരം കൊണ്ട് ചേർത്ത് പിടിക്കണം. എപ്പോഴും കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, തഴുകി തലോടണം അവരെ. അതിന് മടിച്ചു നിൽക്കരുത്. അതിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. വീട്ടിൽ നിന്നും ലഭിക്കുന്ന ആ സ്നേഹം, ആ കുളിർമ അത് അനുഭവിച്ചവരാണ് എങ്കിൽ പുറത്തവരെന്ത് തെറ്റിലേക്ക് പോയാലും ഈ മാതാപിതാക്കളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും. കുറ്റബോധം കൊണ്ട് അവർ മടങ്ങി വരും. ഉമ്മയോടും ഉപ്പയോടും കരഞ്ഞു പറയും. ആ തെറ്റ് തിരുത്താൻ, ചേർത്ത് പിടിക്കാൻ ഉതകുന്ന രൂപത്തിൽ എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ടെന്ന ബോധ്യമുണ്ടാക്കി കൊടുക്കണം. അതിന് വീട്ടിൽ ക്വാളിറ്റി ടൈം ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ ശാരീരിക അടുപ്പം കഴിഞ്ഞാൽ മാനസികം അടുപ്പം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയം, എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയം. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഭർത്താവ് മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞ ഒരു സ്ത്രീയെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരിക. 3 വർഷമായി ഭർത്താവ് മരിച്ചിട്ട്. പക്ഷേ ആ കുറ്റബോധം, ആ ദുഃഖം അവർക്ക് മാറുന്നില്ല. എന്തുകൊണ്ടാണ്? ദുഃഖത്തിനപ്പുറത്തേക്ക് കുറ്റബോധം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അവർ തമ്മിൽ നല്ല രൂപത്തിലൊന്നും അല്ല. അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില അസ്വാരസ്യങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇവർ പതിവ് ഇങ്ങനെയാ, രണ്ടുപേരും 2 മുറിയിൽ പോയി കിടക്കും. ഭാര്യ ഒരു റൂമിലും ഭർത്താവ് വേറെ റൂമിലും പോയിട്ട് കിടക്കും. അതവർക്ക് ശീല. പതിവ് പോലെ അവർക്കിടയിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഭാര്യ ഉടൻ എന്ത് ചെയ്തു? വേറെ റൂമിൽ പോയി കിടന്നു. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. ഭാര്യ എഴുന്നേറ്റു, നിസ്കരിച്ചു. ഭർത്താവ് വന്ന് എണീറ്റില്ല.
അവരോട്ട് വിളിച്ചതുമില്ല. സാധാരണ പിണങ്ങുമ്പോൾ അങ്ങനെയാ, മൂപ്പർക്ക് നിസ്കാരം ഉണ്ടാവില്ല, വിളിച്ചതുമില്ല. 36 നിസ്കരിച്ചു. അത് കഴിഞ്ഞ് സുബഹി ബാങ്ക് കൊടുത്തു, 36 എണീറ്റു, നിസ്കരിച്ചു. മൂപ്പര് എണീറ്റതുമില്ല, നിസ്കരിച്ചതുമില്ല. അങ്ങനെ അടുക്കളയിൽ പോയി നാസ്തയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. 7:30 മണിയായപ്പോൾ മോള് വിളിച്ചു. 3 പെൺകുട്ടികളാ. മോള് കെട്ടിച്ച വീട്ടിൽ നിന്ന് വിളിക്കുക, അല്ലമ്മ ഉപ്പ എവിടെ? ഉപ്പ എഴുന്നേറ്റിട്ടില്ല. ഉമ്മാന്റെ മറുപടി, ഉപ്പ എഴുന്നേറ്റിട്ടില്ല, എന്നോട് തെറ്റി കടന്നതല്ലേ, ഞാനൊട്ട് വിളിക്കാനും പോയിട്ടില്ല, എനിക്കും ഉണ്ടാവില്ലേ കുറച്ച് കുറുമ്പൊക്കെ, എനിക്കും ഉണ്ടാവില്ലേ കുറച്ച് വാശിയൊക്കെ എന്ന് ഉമ്മ. മോള് പറയാണ്, ഉമ്മ ഒന്ന് പോയി നോക്കി, ഉപ്പാനെ ഒന്ന് ചെന്ന് വിളിക്കി. മോളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉമ്മ ചെല്ലാണ് മോളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ചുരുണ്ടുകൂടി കിടക്കുക വാപ്പ. പുറത്ത് നിന്നിട്ട് വിളിച്ചു നോക്കി, തൊടാനൊരു മടി, പിണക്കാണല്ലോ, തൊടാൻ പറ്റൂലല്ലോ. വാപ്പാന്റെ പേര് വിളിച്ചു, കേൾക്കണില്ല. 3-4 തവണ വിളിച്ചതിന് ശേഷം ഒന്ന് തള്ളി നോക്കി, മെല്ലെ ഒന്ന് തോണ്ടി നോക്കി, അറിയുന്നില്ല. ഒന്ന് തള്ളി നോക്കി, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടൊന്ന് ഉന്തി നോക്കി, അറിയണില്ല. അവസാനം മൂപ്പിരൊന്ന് നേരെ കിടത്തി നോക്കി. ആ ചുരുളിച്ച പോലും മാറ്റാതെ പാതി അടഞ്ഞ കണ്ണുകളും പാതി തുറന്നു വെച്ച വായയുമായി ഉറങ്ങാണ് മൂപ്പര്. ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് മരണപ്പെട്ടിട്ടുണ്ട്. എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പേ മൂപ്പര് മരണപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എവിടെ ചെന്ന് തീർക്കും? എത്ര കരഞ്ഞാലാണ് ആ കുറ്റബോധം, ആ ദുഃഖം അവർക്ക് തീരുക? ഈ 3 വർഷമായിട്ടും അവരതിൻ്റെ ദുഃഖത്തിലാണ്, അവരതിൻ്റെ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മക്കൾ 3 പേർക്കും ഉമ്മയോട് താല്പര്യമില്ല. മക്കൾ 3 പേരും ഉമ്മയോട് അതിൻ്റെ അതൃപ്തി കാണിക്കുന്നുണ്ട്. അതിൻ്റെ പരാതി ഇപ്പോഴും പറഞ്ഞും വാക്കുകൾ കൊണ്ടും പറഞ്ഞും പറയാതെയും അവർ ഉമ്മയോട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ ചികിത്സയിലാണ്. ആലോചിച്ചു, അതേ ക്ലിനിക്കിൽ തന്നെ ഒരിക്കലൊരു ഇത്ത വന്നു. ആ ഇത്ത സ്ഥിരമായിട്ട് വരുന്ന ആളാ. വരുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരും. അന്നും അവരുടെ ബാഗിൽ എന്തോ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. എത്ര തപ്പിയിട്ടും സമ്മാനം കിട്ടണില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ ബാഗിലെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടാളെ, എൻ്റെ ടേബിളിലേക്ക് ഇട്ടിട്ട് തപ്പിക്കോളി എന്ന് പറഞ്ഞു. വേഗം കിട്ടുമല്ലോ, ഇത് കുറേ സമയം പോവല്ലേ. അങ്ങനെ ബാഗ് ഒന്നായിട്ട് നമ്മളെ ടേബിളിലേക്ക് ചെരിഞ്ഞ് ആ ബാഗിൽ നിന്ന് സാധനങ്ങൾ തപ്പുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഷർട്ടുണ്ട്. അപ്പോൾ ഈ ഷർട്ട് ഇങ്ങനെ കയ്യിൽ അവർ ഷർട്ട് മാറ്റി വെച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, എന്തിനാ ഷർട്ട്? നിങ്ങൾ പുയ്യാപ്പിളുടെ ഷർട്ടാണോ, അത് അങ്ങാടേക്ക് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, എൻ്റെ പുയ്യാപ്പിളുടെ ഷർട്ടാണ്. അത് നന്നാക്കാൻ കൊണ്ടുപോകുന്നല്ല, എൻ്റെ പുയ്യാപ്പിള മരിച്ചിട്ട് 8 വർഷമായി. മൂപ്പര് മരിച്ചിട്ട് 8 വർഷങ്ങളായി. മരിക്കുന്ന വേളയിൽ, മരിക്കുന്ന സമയത്ത് അദ്ദേഹം അണിഞ്ഞിരുന്ന ഷർട്ടാണിത്, അദ്ദേഹം ഇട്ടിരുന്ന ഷർട്ടാണിത്. ഇതിന് അദ്ദേഹത്തിൻ്റെ മണുണ്ട്. മൂപ്പരെ മണുണ്ട് ഇതിനിപ്പോഴും. ഞാൻ എപ്പോഴും പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടു നടക്കും. ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും ഈ ബാഗിൽ ഈ ഷർട്ട് ഉണ്ടാവും. എനിക്ക് 4 മക്കളാ. 4 മക്കളും 4 രാജ്യത്താ. ഈ 4 രാജ്യങ്ങളിലേക്കും ഓരോ മാസം ഓരോ രാജ്യങ്ങളിലാണ് ഞാൻ ഉണ്ടാവുക. ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ ഈ ഷർട്ട് ഉണ്ടാവും. എനിക്ക് ഉറങ്ങണമെങ്കിൽ ഈ ഷർട്ട് മണക്കണം. രാവിലെ ഉണർന്ന് നല്ല രീതിയിൽ എനിക്ക് ജോലികളിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ ഷർട്ട് മണക്കണം. എനിക്ക് എപ്പോഴും എൻ്റെ ജീവനേക്കാൾ അടുത്ത് എൻ്റെ ഈ ഷർട്ട് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതേ ക്ലിനിക്ക് അന്ന് സന്തോഷം കൊണ്ട് ചിരിക്കുകയായിരുന്നു. അന്ന് എൻ്റെ ജീവിതം ധന്യമാക്കിയ ദിവസമായിരുന്നു ആ ഒരൊറ്റ അനുഭവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് മാനസിക അടുപ്പം എന്ന് പറയുന്നത്. ഈ ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും പ്രയാസങ്ങളും മാത്രമല്ല കേൾക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളും നമുക്ക് മുൻപിലുണ്ട്. എങ്ങനെയാണ് അവരുടെ മക്കൾ മനോഹരമാവാതിരിക്കുക? എങ്ങനെയാണ് അവരുടെ മക്കൾ തെറ്റിലേക്ക് വീഴുക? ഈ രൂപത്തിലുള്ള ബന്ധമാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇനി ആത്മീയ ബന്ധം എന്ന് പറയുന്നത് ഇതേപോലെ വഴക്കും പ്രശ്നങ്ങളുമായി വരുന്ന ദമ്പതികളിൽ നിന്നും ഒരിക്കലൊരു വല്ലിപ്പാനെയും കൊണ്ടുവരിക. പേരക്കുട്ടികളാണ് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, 78 വയസ്സായിട്ടുണ്ട് വല്ലിപ്പാക്ക്. വല്യമാക്ക് 68 വയസ്സും. ഞാൻ ആദ്യം തലയിലൊന്ന് കൈവച്ച്, എൻ്റെ അടുത്തേക്ക് എന്തിനാ തമ്പുരാനെ ഈ വല്ലിപ്പാനും കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്? ഇവർക്ക് ഇത് എന്തിനാ നമ്മൾ പറഞ്ഞു കൊടുക്കുകയെന്ന്. എന്താ ഒരു പ്രശ്നം എന്നറിയോ? വാപ്പാക്ക് ഫാന് വേണം, വല്യമ്മക്ക് ഫാന് വേണ്ട. വാപ്പാക്ക് ഉറങ്ങണമെങ്കിൽ ഫാന് വേണം, ഉമ്മാക്ക് ഉറങ്ങണമെങ്കിൽ ഫാന് വേണ്ട. എന്താ ചെയ്യുക? മക്കളെടുത്ത് സൊല്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? എളുപ്പമാണ്. മക്കൾ പറഞ്ഞു കൊടുത്തു, അല്ലപ്പാ നിങ്ങൾ ആ റൂമിൽ കിടന്നോളി, ഉമ്മ ഈ റൂമിൽ കിടന്നോട്ടെ, നിങ്ങൾ AC ഇട്ട് കിടന്നോളി, ഉമ്മ ഫാനും AC ഒന്നും ഇല്ലാണ്ട് കിടന്നോട്ടെ. പക്ഷേ ഉമ്മയും വാപ്പയാണെങ്കിൽ റൂം മാറി കിടക്കൂല. അപ്പൊ പേരക്കുട്ടികൾ ഇടപെട്ടു. പേരക്കുട്ടികൾ എന്തു പറഞ്ഞു? ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. വാപ്പ ഒരു കട്ടിൽമേലും ഉമ്മ ഒരു കട്ടിൽമേലും കിടക്കട്ടെ, 2 കട്ടിലിടാ. ഒരു കട്ടിൽ അങ്ങോട്ടും തിരിച്ചേക്കാം, ഒരു കട്ടിൽ ഈ മൂലയിലും തിരിച്ചേക്കാം. ഫാൻ നമുക്ക് വാപ്പാന്റെ നേർക്ക് തിരിച്ചേക്കാം, ഉമ്മ ഫാൻ ഇല്ലാണ്ട് കിടന്നോട്ടെ.
സൊല്യൂഷൻ ആയില്ലേ? പക്ഷെ ഉമ്മയും വാപ്പയാണെങ്കിൽ കട്ടിലും മാറിക്കിടക്കൂല. രണ്ടാൾക്കും ഒരു കട്ടിൽ തന്നെ കിടക്കും വേണം. അപ്പൊ പിന്നെ ചെറിയ പേരുകുട്ടി ഇടപെട്ട്, കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, അവള് PG BEd ഒക്കെ കഴിഞ്ഞ ആളാ. ഓള് വന്നിട്ട് പറഞ്ഞു, എന്നായിക്കോട്ടെ, ഒരു കട്ടിൽ മതി, ഒരു ബെഡ് മതി, രണ്ടാൾക്കൊന്ന് നീങ്ങി കിടക്കാൻ പറ്റുമോ? വാപ്പ ജനലിന്റെ സൈഡിലേക്ക് നീങ്ങിക്കോട്ടെ, ഉമ്മ ഈ വക്കത്തേക്കും നീങ്ങിക്കോട്ടെ. ഫാൻ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡിങ് ഫാൻ എടുക്കാം. പെഡൽ ഫാൻ എടുത്തിട്ട് ഉപ്പാന്റെ സൈഡിലേക്ക് തിരിച്ചു വെക്കാം. നടക്കുവോ? ഉമ്മയും വാപ്പയാണെങ്കിൽ നീങ്ങിയും കിടക്കൂല. ഉമ്മയും വാപ്പയല്ലേ, വെല്ലിമ്മയും വെല്ലിപ്പയാണെങ്കിൽ നീങ്ങിയും കിടക്കൂല. ഒരു കൊട്ടി എന്നെ കിടക്കണം, ഓർക്ക് മുട്ടി എന്നെ കിടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്നേഹം അതാണ് ഇയാളെ. ശരീരത്തിനോടുള്ള അടുപ്പല്ലത്, മനസ്സിനോടുള്ള അടുപ്പം മാത്രമല്ല, അത് ആത്മാവിനോടുള്ള അടുപ്പമാണ്. ആത്മാവിനോടുള്ള അടുപ്പമാണ്. അവരുടെ ആത്മാക്കൾ പോലും പരസ്പരം അടുത്തിട്ടുള്ളത്. അതാണ് സ്നേഹം. അങ്ങനെയാവണം സ്നേഹം. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു, തമ്പുരാനെ, ദിവസം ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ? ഞാൻ അന്ന് വിചാരിച്ചു എൻ്റെ ഓരോ ക്ലാസ്സിൽ എനിക്കിത് പോയി പറയണം. കാരണം ഭക്ഷണം പോലും വായിലേക്ക് വെച്ചു കൊടുക്കാൻ നമുക്ക് മടിയാണെങ്കിൽ, പ്രിയപ്പെട്ടോരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാരി കൊടുത്തോളി ഇന്ന് മുതൽ. മൂപ്പര് ഇരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഉരുള നമ്മൾ വാരി മൂപ്പരെ വായിലേക്ക് വെച്ചു കൊടുക്കുക. എന്തേ അയ്യെല്ലാരും. ഇതാണ് പ്രശ്നം. നമുക്കിത് ആലോചിക്കുമ്പോൾ, മൂപ്പർക്ക് വാരി കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ മൂപ്പർ ഉമ്മക്ക് വാരി തരേണ്ടത് ആലോചിക്കുമ്പോൾ പക്ഷേ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്താ സ്നേഹല്ലേ? അതെന്തേ പുരയിൽ ഇംപ്ലിമെന്റ് ചെയ്തൂടെ? ക്വാളിറ്റി ടൈം വീട്ടിൽ ഉണ്ടാക്കിക്കൂടെ? വിത്തൗട്ട് സ്ക്രീനുകൾ ഒന്നുമില്ലാതെ മൊബൈൽ ഫോണും ഗാഡ്ജറ്റ്സും സ്ക്രീനുകളും മുഴുവനായും സ്വിച്ച് ഓഫ് ആക്കി വെച്ച് സൈലന്റ് ആക്കിയിട്ട് കാര്യമില്ല. അതിന്റെ കിറെന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ അതിലിരിക്കും ഇല്ലേ? നോട്ടിഫിക്കേഷൻസ് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ മുഴുവൻ അവിടെ ഇരിക്കും. ഇത് മുഴുവൻ കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്യപ്പയൊക്കെ അടങ്ങുന്ന മനോഹരമായ നിമിഷങ്ങൾ. അവിടെ കുട്ടികൾക്ക് കുറേ പറയാനുണ്ട്, ഉമ്മയ്ക്ക് കുറേ പറയാനുണ്ട്, വാപ്പയ്ക്ക് കുറേ പറയാനുണ്ട്, വല്യമ്മാക്കും വല്യപ്പാക്കും കുറേ പറയാനുണ്ട്. ഈ പരസ്പരം പറച്ചിലുകൾ കേട്ടുകൊണ്ട്, അവസാനം വരെ അവരെ കേട്ടുകൊണ്ട്, പരസ്പരം സംസാരിച്ചുകൊണ്ട് ഉള്ളിലുള്ള വിങ്ങലുകൾ അത് സ്നേഹം കൊണ്ട് മൂടുക, അവിടെ തണലായി മാറുക. നമുക്കറിയാം, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഏത് വിധേനയാണോ നമ്മൾ സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മളെ കുട്ടികൾ നമ്മളെയും സംരക്ഷിക്കും. അതുപോലെ നമ്മുടെ മക്കൾ നമ്മളെയും കാക്കും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വല്ലിപ്പ മരിച്ചു, വാപ്പ മരിച്ചു, വാപ്പാന്റെ മയ്യത്ത് ഖബറടക്കിയിട്ട് മോൻ വരിക. വാപ്പ കിടന്ന കട്ടിലിന്റെ സൈഡില് വാപ്പാനെ കെട്ടിയിട്ട ചങ്ങലയുണ്ട്. പ്രായാധിക്യം കാരണം മനസ്സിന്, ശരീരത്തിന് മാത്രമല്ല ഡീജനറേഷൻ സംഭവിക്കുക, മനസ്സിനും ഡീജനറേഷൻ സംഭവിക്കും. അത് കാരണം ഒരു പക്ഷെ ഇറങ്ങി ഓടിയേക്കാം. ഇറങ്ങി പോവാതിരിക്കാൻ ചങ്ങല കൊണ്ട് വാപ്പാനെ കട്ടിലിന്റെ കാലിൽ കെട്ടിയിടുമായിരുന്നു മകൻ. വാപ്പ മരിച്ചു, വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചങ്ങല ഊരി കളയാൻ ഒരുങ്ങുമ്പോൾ പേരക്കുട്ടി വാപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പ ചങ്ങല എടുത്ത് കളയണ്ടാട്ടോ, നിങ്ങൾക്ക് വയസ്സാവുമ്പോൾ, നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ നിങ്ങളെ കെട്ടിയിടാനും ഞങ്ങൾക്ക് ആ ചങ്ങല ഉപയോഗിക്കാം എന്ന്. കാലം തന്നെയാണ് സത്യം, അത് പുൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എവിടെയൊക്കെ എത്തിയാലും, ഏത് രാജ്യത്തിന്റെ വിജയം തേടി മക്കൾ പറന്നാലും, ആ പട്ടത്തിന്റെ ഒരറ്റം, ആ നൂലിന്റെ അറ്റം നമ്മുടെ കൈകളിൽ ഭദ്രമാവേണ്ടതുണ്ട്. അതിന് സ്നേഹമൊഴുകുന്ന വീടായി മാറേണ്ടതുണ്ട്. അവിടെ ശാരീരിക അടുപ്പവും മാനസിക അടുപ്പവും ആത്മീയ അടുപ്പവും പരസ്പരം ബന്ധങ്ങൾക്കുള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എൻ്റെ ഉമ്മയും വാപ്പാന്റെ ഉമ്മയും തമ്മിൽ എത്രത്തോളം സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന് മക്കൾ കാണണം. ഒരു മരുമകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കഥയുണ്ട്. അമ്മായിമ്മ ബെഡ് റിഡണാ, ഒട്ടും വയ്യാതെ കിടക്കുകയാണ് അമ്മായിമ്മ. മലമൂത്ര വിസർജനം പോലും അമ്മായിമ്മക്ക് അറിയില്ല. ആ വിസർജ്യ വസ്തുക്കള് കയ്യിലെടുത്തുകൊണ്ട് മരുമകളുടെ മുഖത്തേക്ക് വലിച്ചെറിയുമായിരുന്നു. പക്ഷേ ഒരറപ്പോ വെറുപ്പോ കൂടാതെ 4 പെൺകുട്ടികൾ ഉണ്ടായിട്ടും ഈ മരുമകളാണ് ഈ ഉമ്മാനെ സംരക്ഷിക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, ഡോക്ടറെ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയല്ലേ എന്നെ എൻ്റെ ഉമ്മ സംരക്ഷിച്ചതുപോലെ എൻ്റെ ഭർത്താവിനെ അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ കാരുണ്യം കൊണ്ട് ചിറക് വീശി അവരെ സംരക്ഷിച്ചതാണ്. തൻ്റെ മാക്സിയിലും വസ്ത്രത്തിലും മലമൂത്ര വിസർജനം നടത്തുന്ന കുഞ്ഞുങ്ങളെ അറപ്പോടും വെറുപ്പോടും ശാപവാക്കുകളോടും നമ്മൾ നോക്കാറില്ല. വയസ്സായി കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രായാധിക്യം കാരണം നമ്മളും ആ അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അന്ന് അറപ്പും വെറുപ്പും കൂടാതെ മക്കൾ നമ്മളെയും സംരക്ഷിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, അതാവണം മക്കൾക്ക് നൽകുന്ന പാഠം.
6ഉം 60ഉം ഒരുപോലെയാണ്. 6 വയസ്സ് പോലെ ഒരുപക്ഷെ 60 വയസ്സായ വല്യമ്മയും പ്രവർത്തിച്ചേക്കാം, പെരുമാറിയേക്കാം. ചേ എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് പറയുമ്പോൾ, ചേ എന്ന വാക്ക് പറയരുതെന്ന് പറയുന്നതൊന്നും മക്കളോട് മാത്രമല്ല, മരുമക്കളോട് കൂടിയിട്ടാ. മരുമക്കളോടും കൂടിയാണ് പറയുന്നത്. ചേ എന്നൊരു വാക്ക് പോലും പറയരുത്. നമ്മുടെ സ്വർഗം ആ കാൽച്ചുവടിലാണ്. അതെങ്ങനത്തെ ഉമ്മ എന്ന് പറഞ്ഞിട്ടില്ല. ചേ എന്ന് പറയാതിരിക്കേണ്ടത് എങ്ങനത്തെ ഉമ്മയോട്, എങ്ങനത്തെ ഉപ്പയോട് എന്ന് പറഞ്ഞിട്ടില്ല. ഉമ്മ എങ്ങനെയും ആയിക്കോട്ടെ, ഏത് സ്വഭാവക്കാരുമായിക്കോട്ടെ, ഉമ്മയാണോ ഉപ്പയാണോ ചേ എന്ന് പറയരുത്. ബാധ്യതയാണ്. ക്ഷമയോടെ സഹനശീലത്തോടെ സംരക്ഷിക്കുക. നമ്മളുടെ അരികിൽ നിന്നും നല്ല രീതിയിൽ മരണപ്പെട്ടു പോയ സ്വർഗമാണ്. ആ വിശ്വാസത്തിലേക്ക് എത്തുക, അത് പ്രാവർത്തികമാക്കുക. ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് പരാതി പറഞ്ഞത് എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞു അന്ന് മുതൽ ഭർത്താവിൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ, ഒരുമിച്ച് യാത്ര പോവാനോ അമ്മായിമ്മ സമ്മതിക്കൂല. അമ്മായിമ്മക്ക് ഇഷ്ടമില്ല. ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോഴത്തേന് ഉമ്മ വന്ന് നോക്കിക്കും. അവർ റൂമിൽ കയറി കഴിയുമ്പോഴത്തേന് ഉമ്മ വാതിൽ മുട്ടും. എൻ്റെ മനെ കാല് വേദനായിട്ട് വയ്യ, മോൻ പോയി കാല് ഒഴിഞ്ഞൊടുക്കണം. ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള അവസരങ്ങളില്ല, ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങളില്ല. ഉമ്മയുടെ ഉള്ളിലെ പേടിയാണ്, ഭയമാണ്. എൻ്റെ കുട്ടി ഇത്രകാലം ഞാൻ സ്നേഹിച്ച എൻ്റെ കുട്ടീൻ്റെ സ്നേഹം പങ്കുവെച്ച് പോവോന്ന്, ഓള് മുഴുവനായിട്ട് വാരിക്കോരി എടുക്കുമോന്ന്. ഞാനും 3 ആൺകുട്ടികൾ ഉമ്മയാട്ടോ. നാളെ ജീവനോട് ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എൻ്റെ കുട്ടികൾ 3 മരുമക്കളെ കൊണ്ടുവരും. ഞാൻ നൗഷാദ് ഖാനോട് പറഞ്ഞിട്ടുണ്ട്, എന്നാണോ അവരെ പ്രസവിച്ച് വലുതാക്കിയ ഉമ്മയുടെ സ്നേഹം എനിക്ക് നൽകാൻ കഴിയാതെ ഇരിക്കുന്നത് വന്നു കയറുന്ന പെൺകുട്ടികൾക്ക്, അന്ന് എന്നെ പോരെ നിങ്ങൾ മാറ്റണം കേട്ടോ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ അമ്മായിമാരുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഉണ്ടിട്ടാ, ഞാൻ ദിവസവും 2-3 കേസ് മിനിമം ഇതുപോലെ കാണാറുണ്ട്. എന്നിട്ട് ഈ മാപ്പിളയും പെണ്ണുങ്ങളും എന്താ ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? ഓർക്ക് മുണ്ടണ്ടേ, ഓർക്ക് വല്ലതൊക്കെ പറയണ്ടേ. ഇവരെന്ത് ചെയ്തു? മോക്ക് ഈ മരുമകൾക്കും ഒരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ അപ്പോയിൻമെന്റ് ഓർഡർ ഉണ്ടാക്കുക. എന്നിട്ട് അമ്മായിമ്മക്ക് കാണിച്ചു കൊടുത്തു, ഉമ്മ ഓക്ക് ജോലി ഇട്ടിരിക്കണം കേട്ടോ, നമുക്ക് തന്നെയല്ല മെച്ചം, 10 റുപ്യോളം ഉണ്ടാക്കിക്കോട്ടെ, 10 റുപ്യോളം ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ രാവിലെ ഓൻ ഇറങ്ങുമ്പോ ഓളും ചോറ്റും പാത്രത്തിൽ ചോറൊക്കെ ആക്കി ഇറങ്ങും കേട്ടോ. എന്നിട്ട് അവൻ്റെ ഓഫീസിൻ്റെ അടുത്ത് പോയിട്ട് അവൾ കാത്തിരിക്കും ഓഫീസ് ടൈം കഴിയണത് വരെ. ഓഫീസിന് ലെഷർ ടൈം കിട്ടുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമ്പോൾ രണ്ടാളും തൊട്ടപ്പുറത്തെ പാർക്കിൽ പോയിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും. വൈകുന്നേരം വരെ പറ്റുന്ന സമയത്തൊക്കെ അവളും അവനും തമ്മിൽ ഒരുമിച്ച് സംസാരിച്ചിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ദുരിതമാണില്ലേ ആ അവസ്ഥ. അമ്മായിമ്മ പരസ്പരം സംസാരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഈ രൂപത്തിൽ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഗതി. നമ്മൾ ആലോചിക്കണം, നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ മക്കളുടെ ജീവിതമാണ്. അവർ പരസ്പരം സംസാരിക്കേണ്ടതുണ്ട്, ഒരുമിച്ച് സമയം ചിലവഴിക്കേണ്ടതുണ്ട്. എന്നുവെച്ചിട്ട് നമ്മളോടുള്ള സ്നേഹത്തിൽ നിന്ന് വാരിക്കോരിയിട്ട് അല്ല എണ്ണയാളെ നമ്മളെ മരുക്കൊക്കെ കൊടുക്കണത്. സ്നേഹത്തിന് അളവുണ്ടോ? ഉണ്ടോ? ഞാൻ നൗഷാദുക്കൊക്കെ കൊടുത്താ എൻ്റെ അമ്മായിമ്മക്കോ അല്ലെങ്കിൽ ഉമ്മാക്കോ കൊടുക്കുന്ന സ്നേഹം കുറയണുണ്ടോ? ഇല്ല, ഇതിന് അളവില്ലേ പ്രിയപ്പെട്ടവരെ. സ്നേഹത്തിന് അളവില്ല. ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കുറയുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, എൻ്റെ മകനും മരുമകളും സ്നേഹിക്കട്ടെ, അവരൊരുമിച്ചിരിക്കട്ടെ എന്ന് വെച്ച് എന്നോടുള്ള സ്നേഹം കുറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഓൻ്റെ സ്വർഗം ഞാൻ തന്നെയാ, അല്ലേ? ഓൻ്റെ സ്വർഗം അത് ഞാൻ തന്നെയാണ്. എന്നോടുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റിക്കൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ഭാര്യയെയും എന്നെ വിശ്വസിച്ച് നമ്മളിൽ വിശ്വാസമേൽപ്പിച്ചുകൊണ്ട് കയറി വന്ന പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളും സമാധാനം അടയട്ടെ. പ്രസവിച്ച് പോറ്റിയ പെൺകുട്ടിയോട് നമുക്കുള്ളൊരു സ്നേഹമുണ്ടല്ലേ, അത് പ്രസവിക്കാതെ പോറ്റുന്ന വന്നു കയറിയ മരുമകളോടും കാണിക്കുവാനുള്ള ഹൃദയ വിശാലതയിലേക്ക് ഓരോ അമ്മായിമ്മയും എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദുരിതാണ്. നമ്മളെ ഒട്ടുമിക്ക എൻ്റെ മുൻപിൽ വരുന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഒന്നും തോന്നരുത് കേട്ടോ, അവിടെ അമ്മായിമാരൊക്കെ ഉണ്ടാവും. അതാ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഞാനും നാളെ അമ്മായിമ്മ ആവാനുള്ള ആളാണ്. എനിക്ക് 3 ആൺകുട്ടികളെ പെൺകുട്ടികളില്ല. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ എൻ്റെ പെറ്റുമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന, അത്രയേറെ ആഴത്തിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു അമ്മായിമ്മയുടെ സ്നേഹം അനുഭവിച്ചു കൊണ്ടുകൂടിയാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, എൻ്റെ പിറകിൽ വളരെയേറെ ശക്തി എനിക്ക് നൽകുന്ന ഒരു കുടുംബമുണ്ട്. വളരെ സ്നേഹനിധിയായ ഇണയും മക്കളും അവരുടെ പാരൻസും എൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട്. ആ അമ്മായിമ്മയുടെ സ്നേഹം അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്.
പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളുടെ കണ്ണിലെ കരടാവരുത്, കരളായി മാറാൻ ശ്രമിക്കുക. 90% ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ഉമ്മമാരാണ് എന്ന് പറയാതെ വയ്യ. എൻ്റെ അനുഭവം അങ്ങനെയാണ്, ക്ലിനിക്കിലെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഒരിക്കൽ സ്ഥിരമായി കൗൺസിലിങ്ങിന് വരിയിരുന്ന ഒരു ഭാര്യയും ഭർത്താവും സ്ഥിരമായിട്ട് വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതൊരു അരോചകമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ട് ഇവരെ പ്രശ്നങ്ങൾ കേട്ട് മടുത്തിരുന്നു. കുറച്ച് കാലം ഇവർ വന്നില്ല. ഒരു 3-4 മാസം അവർ വന്നില്ല. 6-ാം മാസം തോന്നുന്നു അവർ വന്ന്. 6-ാമത്തെ മാസം അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സമാധാനിക്കായിരുന്നു, കഴിഞ്ഞ 6 മാസങ്ങൾ വന്നില്ലല്ലോ, എന്തേ പറ്റിയെന്ന് വെച്ചപ്പോൾ ഒരിക്കൽ നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു ഉത്തരം അവർ പറഞ്ഞത്. അവർ പറയാ, ഡോക്ടറെ ഉമ്മ മരിച്ചു എന്ന്. ഡോക്ടറെ ഉമ്മ മരിച്ചു, അതോടെ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു വേള പെറ്റ് പോറ്റിയ മക്കള് അറിയാതെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പഠിച്ചോനെ ഈ ഉമ്മയൊന്ന് വേഗം പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ? എൻ്റെ മക്കൾ ആഗ്രഹിക്കാണ്, ഉമ്മ കാരണം എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടല്ലോ എന്ന്. പാടില്ല. കാരണം നിങ്ങളാണ് ആ മകന്റെ സ്വർഗം, ആ മരുമകളുടെ സ്വർഗം നിങ്ങളാണെന്ന് ഓർക്കുക. അൽഖമ എന്ന് പറയുന്ന സ്വഹാബി ഏറെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചിട്ടും സ്വർഗം ലഭിക്കാത്ത, അല്ലെങ്കിൽ കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. പ്രവാചകർ വന്ന് ചോദിക്കുകയാണ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മയെ കൊണ്ടുവന്നു. ഉമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ എങ്ങനെയാണ്? നല്ല കുട്ടിയാണ്, ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മകനാണ്. പക്ഷേ പലപ്പോഴും അവന്റെ വാക്കുകൾ എന്നെ സങ്കടപ്പെടുത്താറുണ്ട്, അവന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ട്. ഉടനെ പ്രവാചകർ പറഞ്ഞതെങ്കിൽ അൽഖമ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലാണ്. ഉമ്മ കരഞ്ഞു പറയാ, അല്ലയോ പ്രവാചകർ, എൻ്റെ കുട്ടിയെ ശപിക്കരുത്, എങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പുറത്തു കൊടുക്കുകയും കലിമ ചൊല്ലി മരണപ്പെടുകയും സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളെ കുട്ടികളെ സ്വർഗം നമ്മളാ. അവരെ നരകത്തിലേക്ക് ആഴ്ത്തരുത്. അവർ സ്നേഹിക്കട്ടെ, അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. അവരെ കളവ് ചെയ്യുവാനും തെറ്റുകൾ ചെയ്യുവാനും പ്രേരിപ്പിക്കരുത്. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഞാൻ കാരണക്കാരിയാവരുതെന്ന ദൃഢവിശ്വാസം നമുക്കുണ്ടാവണം. തഹജ്ജുദ് നിസ്കരിക്കാൻ 3 മണിക്ക് എണീക്കും, 7 മണി വരെ നിസ്കാരപ്പായയില്ല, തസ്ബീമാല കയ്യിലുണ്ടാവും. ദിക്റും സ്വലാത്തുകളുമായി ഇരിക്കുന്ന 4-5 മണിക്കൂർ അള്ളാന്റെ മുമ്പിൽ ദിക്റും സ്വലാത്തുമായി സമയം ചെലവഴിക്കുന്ന ആ ഉമ്മ 7 മണിയാവുമ്പോൾ അടുക്കളയിൽ കയറിയിട്ട് ഈ മരുമകളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? പ്രാർത്ഥന സ്വീകരിക്കൂല. ബന്ധങ്ങൾ വഷളമാകുന്ന ആളുകൾക്ക്, ബന്ധങ്ങളെ ഇല്ലാതെയാക്കുന്ന, ബന്ധങ്ങളെ മുറിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എൻ്റെ ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുണ്ടാവരുതേ എന്ന് സദാസമയം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ, പൊന്നോമനകളായ നമ്മുടെ മക്കൾ ഈ ലിബറലിസത്തിൻ്റെയും ഇക്വാലിറ്റിയുടെയും അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും, നിങ്ങൾ ആലോചിച്ച് നോക്കി, പെൺകുട്ടിയൊക്കെ ആൺകുട്ടിയൊക്കെ ഒരു ബാത്റൂമായി. നമ്മുടെ ക്യാമ്പസുകളിലെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഒരു ബാത്റൂമിലാ. ഇനി മടിയിലിരുന്നും ബാത്റൂമിൽ പോവാന്നുള്ള നിയമം കൂടെ വന്നാൽ മതി, വൈകാതെ വരും. അതാണ് കാലഘട്ടം. അവിടെ നിന്നും നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ ഇത്തരം സംഘടനകളെ ഉള്ളൂ, ഇത്തരം സംഘടനകളെ ഉള്ളൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ട്, സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, മൊറാലിറ്റിയെ നിലനിർത്തുവാൻ, അധാർമികതകളിലേക്ക് പോവാതെ നമ്മുടെ മക്കളെയും നമ്മുടെ ക്യാമ്പസ് ജീവിതങ്ങളെയും സംരക്ഷിക്കുവാൻ ഇത്തരം സംഘടനകളാണുള്ളത്. അതുകൊണ്ട് അവരെ തള്ളിപ്പറയുകയല്ല, ചേർത്ത് പിടിക്കുക, ആ ആദർശത്തിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കാലിനടിയിലെ മണ്ണ് നമ്മൾ തന്നെ നീക്കാതെ ആ മണ്ണിനെ ഉറച്ചു നിർത്താൻ സഹായിക്കുന്ന, ഇവർക്ക് ശക്തി നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ചേരേണ്ടതുണ്ട്. കൺകുളിർമയേകുന്ന, സന്തോഷവും സമാധാനവും നൽകുന്ന കുടുംബജീവിതം, മക്കൾ, ഇണകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമാറാവട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട കുറേ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ച നിങ്ങൾ ഓരോരുത്തവരോടും പിന്നെയും പിന്നെയും സ്നേഹം പങ്കുവെച്ചുകൊണ്ട്, പിന്നെയും പിന്നെയും നന്ദി അറിയിച്ചുകൊണ്ട്, ആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.